മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനങ്ങൾ. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആൻറ്റിസെമിറ്റിസം ബാധിച്ച മിസ്റ്റർ PJ വിൻസെൻറ്റും സജി മർക്കോസുമൊക്കെ കേരള സമൂഹത്തിലേക്ക് ചീറ്റിയ യഹൂദ വിദ്വേഷത്തിൻ്റെ ഉള്ളുകള്ളികൾ തുറന്നു കാണിക്കുന്ന ഞങ്ങളുടെ വീഡിയോ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാക്ഷിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഒന്നാമത്തെ വീഡിയോയ്ക്ക് കീഴിൽ വന്ന 2 കമൻറ്റുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഒന്ന്, ചളി മുഹമ്മദ് എന്നൊരാൾ എഴുതിയതാണ്. ആ കമൻറ്റ് ഞാൻ വായിക്കാം. പലസ്തീൻ വിഷയത്തിൽ പ്രബന്ധം ആക്കി ഡോക്ടറേറ്റ് എടുത്ത PJ വിൻസെൻ്റ് സെൻറ്റ് അയാളെ വെല്ലുവിളിക്കുന്നത് അത് 10ാം ക്ലാസ്സും ഗുസ്തിയും പിടിച്ച് ആൾ ഇത് കാണുമ്പോൾ അപ്പോൾ നോട്ട് നിരോധന സമയത്ത് അത് സാമ്പത്തിക വിദഗ്ധനായ തോമസ് ഐസക്കിനെ വെല്ലുവിളിച്ച BJPയുടെ സുരേന്ദ്രനെ ഓർമ്മ വരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച കാര്യം നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പേരിന് മുന്നിൽ ഡോ എന്നോ പേരിന് പുറകിൽ PhD എന്നോ ഉള്ളവർക്ക് എന്ത് വിവരക്കേടും വിളിച്ചു പറയാനുള്ള ധൈര്യം ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ വാദത്തിന് ഞാൻ ഹാജരാക്കിയ തെളിവുകളൊന്നും ഇക്കൂട്ടർക്ക് വിഷയമല്ല. ആ തെളിവുകൾ സത്യമാണോ അല്ലയോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ടുമല്ല ഇവർ എനിക്കെതിരെ തിരിയുന്നത്, മറിച്ച് വിദ്യാഭ്യാസ യോഗ്യത നോക്കിയിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 10ാം ക്ലാസ് പൂർത്തിയാക്കാത്ത ഞാൻ പറഞ്ഞ സത്യങ്ങൾ ഇവർ തള്ളിക്കളയുകയും ഡോക്ടറേറ്റ് നേടിയ വിൻസെൻ്റ് പറഞ്ഞ കള്ളങ്ങൾ ഇവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒരു ശരാശരി മലയാളിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ആ പുള്ളിയുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? ചളി മുഹമ്മദ് എന്നാണ്. ഇവൻ്റെയൊക്കെ പേരിൽ മാത്രമല്ല തലയ്ക്കകത്തും ചെളിയാണ്. അപ്പോൾ ചളി മുഹമ്മദിനോടും അതുപോലുള്ള മറ്റാളുകളോടും എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ഇങ്ങനെ ചില ഹോബികളുണ്ട്. സമൂഹത്തിൽ ഒരു നിലയും വിലയുമില്ലാതെ എല്ലാവരും അവഗണിച്ച് കളഞ്ഞ ടീമുകളെ എടുത്തോണ്ട് വരും. എന്നിട്ട് വമ്പന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കെതിരെ നിർത്തും. വെറുതെ നിർത്തുക മാത്രമല്ല, അവരെ അങ്ങ് തകർത്തും കളയും. അത് പണ്ട് മുതലേ ഞങ്ങളുടെ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. അന്നത്തെ കാലത്ത് എല്ലാവരും ഭയന്നിരുന്ന മല്ലന്മാരിൽ മല്ലനായ ഗോലിയാത്തിനെതിരെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയത് ദാവീദ് എന്ന വെറുമൊരു ആട്ടിടയ ചെറുക്കനെയാണ്. ക്രൈസ്തവ സഭ രൂപം കൊണ്ട സമയത്ത് ഇസ്രായേലിൻ്റെ മഹാപുരോഹിതന്മാർക്കും പ്രമാണിമാർക്കും സൻഹിദ്രീ സംഘത്തിനുമെതിരെ ദൈവം നിർത്തിയത് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനുമൊക്കെയായിരുന്നു. മീൻ പിടിച്ചു നടന്നിരുന്ന സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ആളുകളായിരുന്നു അവർ. പൗലോസിനെ പോലെയുള്ള മഹാജ്ഞാനികളെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ പത്രോസിനെ പോലെ സാമാന്യ വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ളവരെയും ഉപയോഗിക്കാൻ ഞാൻ ആശ്രയം വച്ചിരിക്കുന്ന ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ് പൂർത്തിയാക്കാത്ത ആളാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ലാത്തത്. കാരണം ഞാൻ ഈ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എഴുതുന്നതോ ഒന്നും എൻ്റെ ബുദ്ധിയോ കഴിവോ അല്ല. ദൈവം എന്നോട് അപരിമിതമായ കൃപ കാണിക്കുന്നു എന്നേ ഉള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 27 മുതൽ 29 വരെ. ദൈവം എന്നെ തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ലോകത്തിൻ്റെ കണ്ണിൽ ഞാനൊരു ഭോഷനും ബലഹീനനും കുലഹീനനും നികൃഷ്ടനും ഏതുമില്ലാത്തവനുമാണ് എന്നുള്ളതാണ്. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ട് ഞാൻ അഹങ്കരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് എവിടെയും ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് തുറന്നു പറയുന്നത്. ഞാൻ ഇത്രയേ ഉള്ളൂ, അതെനിക്കും അറിയാം. ദൈവമാണ് എന്നെ നിർത്തുന്നത്. സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ പക്ഷത്ത് ഞാൻ നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ എതിർപക്ഷത്തുള്ള ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യത കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ആ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് എന്നെ ഭയപ്പെടുത്താമെന്നും വിചാരിക്കേണ്ട. അതുകൊണ്ട് ഇമ്മാതിരി ഡയലോഗ് ഇനി അടിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. 2ാമത്തെ കമൻറ്റ് നിസാർ നിസു എന്നൊരാൾ പറഞ്ഞതാണ്. ശ്രീജിത്ത് പണിക്കാരനെ പൊളിച്ചാടിയ പാകിസ്ഥാൻ ന്യൂനപക്ഷ കണക്കാണ് ഇയാൾ തട്ടിവിടുന്നത്. ഈ ശ്രീജിത്ത് പണിക്കറിനെ പൊളിച്ചടുക്കി എന്ന് പറയുന്ന ആ സംഭവം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവർ വല്ല കള്ളക്കണക്കുകളും എടുത്തുകൊണ്ട് വന്ന് ഇന്ന് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ 15-20% ഉണ്ടെന്ന് പറഞ്ഞു കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
എൻ്റെ ഊഹമാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സംഭവം എന്താണെന്ന് എനിക്ക് പിടിയില്ല. ഏതായാലും നമുക്ക് പാകിസ്ഥാൻ ഗവൺമെൻറ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. നിങ്ങൾ മൈനോറിറ്റി പോപ്പുലേഷൻ ഇൻ പാകിസ്ഥാൻ എന്ന് ഗൂഗിൾ ചെയ്താൽ കുറേ റിസൾട്ടുകൾ വരും. അങ്ങനെ വരുന്ന റിസൾട്ടുകളിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ള കണക്ക് തന്നെ നമുക്ക് നോക്കാം. അങ്ങനെയുള്ള ഒന്നാണ് ഈ കാണുന്നത്. പാകിസ്ഥാനിലെ സ്ഥിതിവിവര കണക്കുകളെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പാക് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ് പോപ്പുലേഷൻ ബൈ റിലീജിയൻ, അഥവാ മതം തിരിച്ചുള്ള ജനസംഖ്യാ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഈ PDF നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ഓപ്പൺ ആയിട്ട് വരും. പാകിസ്ഥാനിൽ 96.28% പേർ മുസ്ലിങ്ങൾ ആണെന്നാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത്. ഇതിൽ അഹമ്മദിയ മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ 0.22% മാത്രമാണ് ഉള്ളത്. അവരെയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ 96.5% ആണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബാക്കി 3.5% മാത്രമേ പാകിസ്ഥാനിൽ അമുസ്ലിങ്ങൾ ഉള്ളൂ എന്നാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞ കണക്ക് 100% സത്യമാണ്. പാകിസ്ഥാനിൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ 3-4% ഉള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ പാക് സർക്കാർ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി വ്യക്തമായി പറയാം, 4% അമുസ്ലിങ്ങൾ പോലും അവിടെയില്ല. 3.5% മുസ്ലിങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോൾ അഹമ്മദിയാക്കളെ മുസ്ലിങ്ങളായി പരിഗണിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെയും ഒഴിവാക്കാം. എന്നാലും 3.72% മാത്രമേ പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളുള്ളൂ. ചാനൽ ചർച്ചയിൽ കള്ളക്കണക്കുകൾ നിരത്തി ശ്രീജിത്ത് പണിക്കരെ പൊളിച്ചടക്കിയെന്ന് അവകാശപ്പെടുന്നത് പോലെയല്ല ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോകൾക്ക് കീഴിലോ വന്ന് ആ കള്ളത്തരം പറയാൻ നിൽക്കുന്നത്. ചാനൽ ചർച്ചയിൽ ഒരാൾക്ക് അന്നേരം ഓടിപ്പോയി ഗൂഗിൾ ചെയ്ത് തെളിവൊന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. പക്ഷേ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകൾക്ക് കീഴിലോ കമൻ്റ് ഇടുമ്പോൾ വ്യത്യാസമുണ്ട്. ഗൂഗിൾ ചെയ്ത് നോക്കി തെളിവ് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് മറുപടി അടുത്ത വീഡിയോയിൽ തരാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോകൾക്ക് കീഴിൽ വന്ന് കമൻ്റ് ഇടുമ്പോൾ 70 വട്ടം ആലോചിച്ചിട്ട് കമൻ്റ് ഇടുന്നതാണ് നല്ലത്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് നമ്മൾ വിശ്വാസത്തിലെടുക്കാൻ പാടില്ല. പാകിസ്ഥാൻ സ്നേഹവുമായി നടക്കുന്ന കേരളത്തിലെ ഇമ്രാൻ കുഞ്ഞുങ്ങൾ പറയുന്നതേ നമ്മൾ വിശ്വാസത്തിലെടുക്കാൻ പാടുള്ളൂ എന്നാണ് ഇവനൊക്കെ ഈ പറഞ്ഞതിൻ്റെ സാരം. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം മാത്രമല്ല, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലായാലും അഫ്ഗാനിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലായാലും ഇറാഖിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലായാലും സിറിയയിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലായാലും തുർക്കിയിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലായാലും മറ്റെല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലായാലും സ്ഥിതി ഇത് തന്നെയാണ് സ്ഥിതി. മതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടിയാകുന്നതുവരെ നിങ്ങൾ അവിശ്വാസികളോട് യുദ്ധം ചെയ്യുക എന്ന് ഇവരുടെ ആ യുദ്ധപുസ്തകത്തിലുള്ള കാലത്തോളം ഇതേ സംഭവിക്കുകയുള്ളൂ. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ന്യൂനപക്ഷാവകാശങ്ങൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ട് ഇവർ പെരുകാൻ തുടങ്ങും. അങ്ങനെ പെരുകി വളർന്ന് അവിടുത്തെ അധികാരം ഇവർ പിടിച്ചെടുക്കും. അങ്ങനെ അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ന്യൂനപക്ഷാവകാശങ്ങൾ എടുത്തു കളയുക എന്നതായിരിക്കും. എന്നിട്ട് ആ ന്യൂനപക്ഷങ്ങളെ ഞെരുക്കി അവർക്ക് ഇസ്ലാം സ്വീകരിക്കാതെ അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കും. അതിൻ്റെ അനന്തരഫലമായി ആ ന്യൂനപക്ഷങ്ങൾക്ക് ഒന്നുകിൽ ഇസ്ലാം സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ പ്രദേശം വിട്ട് വേറെ എവിടേക്കെങ്കിലും ഓടിപ്പോകേണ്ട അവസ്ഥ വരും. അങ്ങനെ ആ പ്രദേശത്ത് മുസ്ലിങ്ങൾ മാത്രമാകും. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ കൽപ്പന അവിടെ നിവൃത്തിയാകുകയാണ്. മതം മുഴുവനും അല്ലാഹുവിൻ്റെ ആകുന്നത് വരെ എന്നുള്ള ആ കൽപ്പനയുണ്ടല്ലോ. കാരണം ഇപ്പോൾ അവിടെ 100% മുസ്ലിങ്ങളാണ്. അതോ അല്ലാഹുവിൻ്റെ മതം മാത്രമേ ആ പ്രദേശത്തുള്ളൂ, മറ്റാരുടെയും മതങ്ങൾ അവിടെ ഇല്ല. ആയുധബലത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ പറ്റുന്നിടത്ത് അങ്ങനെ ചെയ്യും. അത് ചെയ്യാൻ പറ്റാത്തിടത്ത്, പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾ ചെയ്യുന്നത് ഈ തന്ത്രമാണ്. കേരളത്തിലും ഇതേ തന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത്. ഇപ്പം മതേതരത്വം പറഞ്ഞ് ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം ദീർഘായുസ് ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ സ്ഥിതി പോയാൽ 10-20 കൊല്ലം കഴിയുമ്പോഴേക്കും കേരളത്തിൽ ഇവരുടെ ഈ തന്ത്രം വിജയം വരിക്കും. അപ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്ത ഞങ്ങളെ തെറി വിളിച്ചതിനെ ഓർത്ത് അന്ന് അവർ ദുഃഖിക്കും. അങ്ങനെ ദുഃഖിക്കണമെങ്കിൽ അവരൊന്നും അവിടെ ജീവനോടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവർ ജീവനോടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, പ്രധാനപ്പെട്ടൊരു കാര്യം. രണ്ടാമത്തെ വീഡിയോ ഇറങ്ങാൻ താമസം നേരിടുന്നതിനെക്കുറിച്ച് പലരും പരാതി പറഞ്ഞിരുന്നു. എൻ്റെ എന്തെങ്കിലും തിരക്ക് കൊണ്ടല്ല രണ്ടാമത്തെ വീഡിയോ ഇറങ്ങാൻ താമസിച്ചത്. കഴിഞ്ഞ വീഡിയോ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ധാരാളം പേർ എന്നെ ഫോൺ വിളിക്കുകയുണ്ടായി. 5-6 കൊല്ലമായി വിളിക്കാത്തവർ വരെ ഈ ദിവസങ്ങളിൽ എന്നെ വിളിച്ചു.
വേറെ കുറേ പേർ എൻ്റെ ഫോൺ നമ്പർ എങ്ങനെയൊക്കെ തപ്പിയെടുത്ത് വിളിച്ചതാണ്. എന്തായാലും ഇത്ര നാളും വിളിക്കാതിരുന്ന പല ആളുകളും ഈ ദിവസങ്ങളിൽ വിളിച്ചു. ഇസ്രായേലിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. എന്നെ വിളിക്കുന്ന ആളോട് ഞാൻ സംസാരിച്ചാൽ ആ വ്യക്തി മാത്രമേ അത് കേൾക്കുന്നുള്ളൂ. എന്നാൽ അതേ കാര്യം ഞാൻ വീഡിയോ ആയിട്ട് സംസാരിച്ചാൽ ആയിരങ്ങൾക്ക് അത് കേൾക്കാം. കുറച്ചൊന്ന് ക്ഷമിച്ചാൽ മതി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ വീഡിയോ ഇറങ്ങുമല്ലോ, അപ്പോൾ കേൾക്കാം എന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ അത് ചെയ്യുന്നില്ല. അപൂർവം ചിലർ എനിക്ക് ഇൻഫർമേഷൻ തരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നല്ല കാര്യമാണ്. കാരണം ആ ഇൻഫർമേഷൻ കൂടി ചേർത്ത് അടുത്ത വീഡിയോ ഇറക്കുമ്പോൾ എനിക്ക് കുറേയും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് കുറേയും കൂടി ഇൻഫർമേഷൻ പകർന്നു തരാൻ പറ്റും. അത് നല്ല കാര്യമാണ്. അങ്ങനെയുള്ള ഇതിനെ പറ്റിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നിൽ നിന്ന് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരിട്ട് അറിയാൻ വേണ്ടി വിളിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റാത്തത്. ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കേണ്ടി വരുന്നത്. പക്ഷേ ദയവേത് നിങ്ങൾ ഈ സമയത്ത് ആ കാര്യത്തിന് വേണ്ടി എന്നെ വിളിക്കരുത്. ഈ വീഡിയോ തന്നെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രയധികം വെബ്സൈറ്റുകൾ പരിശോധിച്ച് നോക്കിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയതെന്ന്. അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. അത് കഴിഞ്ഞ് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ക്യാമറമാൻ അടക്കം എല്ലാം ഞാൻ തന്നെയാണ്, ആരും ഇല്ല. മുമ്പാണെന്നുണ്ടെങ്കിൽ വേറെ ചില സഹോദരന്മാർ സഹായത്തിനായിട്ട് വരുമായിരുന്നു, ഷിജോ ബ്രദറോ അല്ലെങ്കിൽ ജിജോ ബ്രദറോ ഒക്കെ. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുകൊണ്ട് ആരുമില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് എഡിറ്റിങ് അത് ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഇതിനിടയിലൊക്കെ കോള് വരുമ്പോൾ നിർത്തേണ്ടി വരികയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നിർത്തേണ്ടി വരികയാണ്. പിന്നെ സംസാരിച്ച് അത് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വീഡിയോ ഇറങ്ങാൻ വൈകും. അതുകൊണ്ട് ദയവായി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ പരമ്പരയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ എനിക്ക് തരാനുണ്ടെങ്കിലോ എന്നെ വിളിക്കുക. അതല്ലാതെ ഇസ്രായേലിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി ദയവായി ഈ ദിവസങ്ങളിൽ എന്നെ വിളിക്കാതിരിക്കുക. എനിക്കതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ മടിയുണ്ടായിട്ടല്ല. ഞാനത് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളൊരാൾ മാത്രമേ അത് കേൾക്കുന്നുള്ളൂ. എന്നാൽ അതേ കാര്യം ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞാൽ അത് വേറെ 10,000 കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കിനി വിഷയത്തിലേക്ക് കിടക്കാം. പലസ്തീനികളെക്കുറിച്ച് മിസ്റ്റർ PJ വിൻസെൻ്റ് പറയുന്നത് നമുക്കൊന്നുകൂടി കേട്ടു നോക്കാം. പക്ഷെ പലസ്തീനികൾ നേരെ തിരിച്ചാണ്. അവര് എല്ലാവരോടും സൗഹൃദമാണ്. അവർക്കാകെ അവരുടെ പ്രാന്തവൽക്കരണവും ഭൂമി നഷ്ടപ്പെട്ടതും അഭയാർത്ഥികളായി കഴിയുന്നതുമായിട്ടുള്ള സങ്കടങ്ങളാണ്. ആ സങ്കടങ്ങൾക്കൊപ്പം വളരെ ഉയർന്ന ജനാധിപത്യ ബോധവും പരമപ്രധാനമായിട്ടുള്ളത് അവരുടെ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് തന്നെയാണ്. ലോകം ഞങ്ങൾക്കൊരു രാജ്യം ഉണ്ടാവണം എന്നതിനപ്പുറത്തേക്ക് ലോകത്തിലെ വിമോചന പ്രസ്ഥാനങ്ങളോടൊക്കെ ഐക്യപ്പെടുന്ന ഒരു മനോഭാവം കൂടി പലസ്തീനികളുടെ ചിന്തയിലും അവരുടെ പ്രവൃത്തിയിലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ദൈനംദിനം ഒരു കീഴടക്കപ്പെട്ട ജനതയുടെ പ്രതിരോധത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ സ്വന്തം അനുഭവങ്ങളോട് മാത്രമല്ല ലോകത്തിലെ മറ്റിതര ജനങ്ങളുടെ വിമോചന പ്രസ്ഥാനത്തോടും ആശയങ്ങളോടും കൂടി ഐക്യപ്പെടുന്ന ഒരു ചിന്തയും മനോഭാവവും പലസ്തീനികളുടെ സമീപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഫലസ്തീനിൽ തന്നെ 10% ആളുകൾ മുസ്ലിമുകളല്ല, ക്രിസ്ത്യാനികളാണ്, പലസ്തീനിയൻ ക്രിസ്ത്യൻസ് ആണ്. യഥാർത്ഥത്തിൽ പലസ്തീൻ ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് പലസ്തീൻ ദേശീയ പ്രസ്ഥാനം മാത്രമല്ല, അറബ് ദേശീയതയുടെ തന്നെ തുടക്കം പലസ്തീൻ ഈ അറബ് മുസ്ലിംസിന്റെ ഇടയിൽ നിന്നാണ്. ഇപ്പം ബാത്ത് അറബ് ദേശീയ പ്രസ്ഥാനം നമുക്കറിയാം. അതിന്റെ എല്ലാം സൈദ്ധാന്തിക അടിത്തറ പാകിയത് മീഷേൽ അഫ്ലാഖ് എന്ന പേരായ അറബ് ക്രിസ്ത്യനാണ്. PLO സ്ഥാപിച്ചത് ജോൺ ഹബാഷ. അദ്ദേഹം ഒരു പലസ്തീനിയൻ ക്രിസ്ത്യനാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു മിക്സഡ് പോപ്പുലേഷൻ ആണ് അവിടെ ഉള്ളത്. അപ്പൊ പലസ്തീൻ അകത്തേക്ക് വെസ്റ്റ് ബാങ്കിലും ഇപ്പൊ ഗാസയിലും ഒക്കെ ചെന്നാൽ അതിന്റെ ഉള്ളിലകത്ത് അവര് പലസ്തീനിയൻ എന്ന ഐഡന്റിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വളരെ ചെറിയൊരു ശതമാനം ജൂതന്മാർ അവിടെ താമസിക്കുന്നുണ്ട്. അവരും പലസ്തീനികളായിട്ട് തന്നെയാണ് താമസിക്കുന്നത്. അവർ പണ്ട് മുതലേ അവിടെ താമസിച്ചു വന്നവരുടെ തലമുറയാണ്. അവർക്ക് സയനിസ്റ്റ് ആശയങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. അവരും പലസ്തീനിയൻ ദേശീയതയുടെ ഭാഗമായി ഐക്യപ്പെട്ട് നിൽക്കുന്നവരാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെയും കമ്മികളെയും സുഖിപ്പിക്കാൻ യാതൊരു എളുപ്പമില്ലാതെയാണ് മിസ്റ്റർ വിൻസെൻ്റ് നുണ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ച ക്ലിപ്പാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് മിസ്റ്റർ വിൻസെൻ്റ് ഈ ക്ലിപ്പിൽ പറഞ്ഞ ഓരോ കാര്യവും 2ാം ഭാഗത്തിൽ വിശകലന വിധേയമാക്കാം എന്നായിരുന്നു. എന്നാൽ അതിലെ 1ാമത്തെ പോയിൻറ്റിൻ്റെ വിശകലനം നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ അത് ഒരു 1.5 മണിക്കൂറിലധികം കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്ര അധികം ഉണ്ട് അത്. അപ്പോൾ ബാക്കിയുള്ള പോയിൻറ്റ്സും കൂടി വിശകലനം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ 3 മണിക്കൂറിലധികമാകും എന്ന് കണ്ടതുകൊണ്ട് ഈ ക്ലിപ്പിൽ മിസ്റ്റർ PJ വിൻസെൻ്റ് പറഞ്ഞ ഒരു പോയിൻ്റ് മാത്രമേ നാം പരിശോധിച്ച് നോക്കുന്നുള്ളൂ. പലസ്തീനികൾക്ക് ജനാധിപത്യ ബോധമുണ്ട് എന്നല്ല മിസ്റ്റർ വിൻസെൻ്റ് ഈ ക്ലിപ്പിൽ പറഞ്ഞത്. ഉയർന്ന ജനാധിപത്യ ബോധമുണ്ട് എന്നാണ്. വെറുതെ ഉയർന്ന ജനാധിപത്യ ബോധമുണ്ട് എന്നല്ല, വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുണ്ട് എന്നാണ് വിൻസെൻ്റ് പറഞ്ഞത്. നമുക്ക് ഈ പ്രസ്താവനയുടെ സത്യാവസ്ഥ പരിശോധിച്ച് നോക്കാം. മിസ്റ്റർ PJ വിൻസെൻ്റ് ജനാധിപത്യം എന്ന വാക്കിന് കൊടുക്കുന്ന നിർവചനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ ആ വാക്കിന് കൊടുക്കുന്ന നിർവചനമോ അർത്ഥമോ അല്ല മിസ്റ്റർ PJ വിൻസെൻ്റ് കൊടുക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ. കാരണം ജനാധിപത്യം എന്നതുകൊണ്ട് പരിഷ്കൃത ലോകം അർത്ഥമാക്കുന്നത് ജനങ്ങളുടെ ആധിപത്യം എന്നതാണ്.
അതായത് ഒരു രാജ്യത്തിനകത്തെ ജനങ്ങളെ ഭരിക്കേണ്ടതിന് വേണ്ടി അതേ രാജ്യത്തെ ജനങ്ങൾ തന്നെ തങ്ങളുടെ ഭരണാധികാരികളെ തങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായത്തിലെയാണ് ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വംശത്തിൻ്റെയോ ഭാഷയുടെയോ ലിംഗത്തിൻ്റെയോ പേരിൽ ഒരു വിവേചനവും ആർക്കും ഉണ്ടാവുകയില്ല. നിയമത്തിന് മുമ്പിൽ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് എല്ലാവരും തുല്യരായിരിക്കും. ഭൂരിപക്ഷ മതക്കാർക്ക് എന്തെങ്കിലും പ്രത്യേക പ്രാധാന്യം ജനാധിപത്യത്തിനകത്ത് കിട്ടുകയില്ല. തങ്ങളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെയുള്ള എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകും. അല്ലാതെ ഏതെങ്കിലും ഒരു മതക്കാർ മാത്രം വോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പണമുള്ളവർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നുള്ള വിവേചനം ജനാധിപത്യത്തിനകത്ത് ഉണ്ടാവുകയില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് തങ്ങൾക്ക് വേണ്ടുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്നതും അവിടുത്തെ ജനങ്ങൾ തന്നെയായിരിക്കും, അതായത് ഈ ജനപ്രതിനിധികളായിരിക്കും. ഇതിനൊക്കെയാണ് നമ്മൾ പൊതുവെ ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ മിസ്റ്റർ പി ജെ വിൻസെൻറ്റിൻ്റെ കണ്ണിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, വേറെ എന്തോ ആണ്. കാരണം ഈ പറഞ്ഞ ജനാധിപത്യ മൂല്യങ്ങളൊന്നും തന്നെ നമുക്ക് പലസ്തീനിൽ മരുന്നിന് പോലും കാണാൻ പറ്റുകയില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഡാറ്റ പരിശോധിച്ച് നോക്കാം. ഇന്നത്തെ പലസ്തീൻ എന്ന് പറയുന്നത് 2 പ്രദേശങ്ങളാണ്. ഇസ്രായേൽ രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വെസ്റ്റ് ബാങ്കും പടിഞ്ഞാറ് വശത്തുള്ള ഗാസ മുനമ്പും. ജനാധിപത്യത്തിലെ പരമപ്രധാനമായ കാര്യം തങ്ങളുടെ ഭരണാധികാരിയെ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്നുള്ളതാണെന്ന് പറഞ്ഞല്ലോ. വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമുള്ള പലസ്തീനികൾക്ക് അങ്ങനെയൊരു അവസരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 15 കൊല്ലമായി പലസ്തീനികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്നാണ് ഉത്തരം. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് 2006-ലാണ്. അതായത് കഴിഞ്ഞ 15 കൊല്ലമായി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടേയില്ല. മിസ്റ്റർ പി ജെ വിൻസെൻറ്റിൻ്റെ ഭാഷയിൽ വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള പലസ്തീനികളുടെ അവസ്ഥയാണ് ഈ പറയുന്നത് കേട്ടോ. 15 കൊല്ലമായി അവിടെ ഏകാധിപത്യ ഭരണമാണ് ഉള്ളത്. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നല്ല വെള്ള ചമയാൻ വേണ്ടി താൽക്കാലികമായി തീവ്രവാദം നിർത്തിവച്ചിരിക്കുന്ന PLOയുടെ ഫത്ത പാർട്ടിയാണ് കഴിഞ്ഞ 15 കൊല്ലമായി വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത്, അത് പലസ്തീൻ അതോറിറ്റി. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വരുത്താൻ വേണ്ടി ഇപ്പോഴും തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനയായ ഹമാസാണ് കഴിഞ്ഞ 15 കൊല്ലമായി ഗാസ മുനമ്പ് ഭരിക്കുന്നത്. 15 കൊല്ലമായി തിരഞ്ഞെടുപ്പൊന്നും നടക്കാത്തതിനാൽ പാശ്ചാത്യ രാജ്യങ്ങൾ പലതും പരസ്യമായ നീരസം പ്രകടിപ്പിക്കാൻ തുടങ്ങിയതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ഈ വർഷം ഇലക്ഷൻ നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനം നടത്തിയത് 2021 ജനുവരി 15-നാണ്. പക്ഷേ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും മഹമ്മൂദ് അബ്ബാസ് ഈ പ്രഖ്യാപനത്തിൽ നിന്നും പുറകോട്ട് പോയി. 2021 ഏപ്രിൽ 29 ആയപ്പോൾ മഹമ്മൂദ് അബ്ബാസ് പലസ്തീൻ ഇലക്ഷൻ നീട്ടിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തി. ലോകത്ത് എന്ത് സംഭവം നടന്നാലും അതിന് ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് പറയുന്ന ടീംസ് ആണല്ലോ ഇവരൊക്കെ. ഇപ്രാവശ്യവും അവർ പതിവ് തെറ്റിച്ചില്ല. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് പലസ്തീൻ ഇലക്ഷൻ നീട്ടിവെച്ചതിന് ഉത്തരവാദി ഇസ്രായേൽ ആണെന്നാണ് ഇതേ മുഹമ്മദ് അബ്ബാസ് തന്നെ പിന്നെ പറഞ്ഞത്. ഇസ്രായേലിൻ്റെ കൈവശമുള്ള കിഴക്കൻ ജെറുസലേമിലെ പലസ്തീനികൾക്ക് വെസ്റ്റ് ബാങ്കിലെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അനുമതി ഇസ്രായേൽ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇലക്ഷൻ നീട്ടിവെക്കുന്നതെന്നാണ് മഹമ്മൂദ് അബ്ബാസിൻ്റെ വിശദീകരണം. പക്ഷെ പലസ്തീനികൾ തന്നെ മഹമ്മൂദ് അബ്ബാസിൻ്റെ ഈ വിശദീകരണം വിശ്വസിക്കുന്നില്ല. 2006-ലെ അവസാന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അബ്ബാസിൻ്റെ ഫത്ത പാർട്ടി എതിരാളികളായ ഹമാസിനോട് പരാജയപ്പെട്ടതുപോലെ ഇപ്രാവശ്യവും പരാജയപ്പെടുമെന്ന ഭീതിയാലാണ് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. മഹമ്മൂദ് അബ്ബാസിന് ഇപ്പോൾ 85 വയസ്സുണ്ട്. പലസ്തീൻ അതോറിറ്റിയിലെ ആ ഒരു നേതൃനിരക്കെതിരെ വേറെ ഒരു സംഘം പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. യാസിർ അറഫാത്തിൻ്റെ അനന്തരവൻ നാസർ അൽ ഗുദ്വയും പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്ന മർവാൻ ബർഗോട്ടിയുമാണ് മഹമ്മൂദ് അബ്ബാസിൻ്റെ നേതൃത്വത്തിനെതിരെ പട നയിക്കുന്നത്. അങ്ങനെ പാർട്ടിക്കകത്ത് തന്നെ അബ്ബാസ് ശക്തമായ എതിർപ്പ് നേരിടുന്നുണ്ട്. പുറത്താണെങ്കിൽ ഹമാസിൽ നിന്ന് അതിശക്തമായ എതിർപ്പും അദ്ദേഹം നേരിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ ഭരണം മാത്രമല്ല, ഏകദേശം 2 ദശാബ്ദത്തോളമായി സ്വകാര്യ സ്വത്ത് പോലെ കൊണ്ടു നടക്കുന്ന ഫത്ത പാർട്ടിയും കയ്യിൽ നിന്ന് പോകും എന്ന് അബ്ബാസിനറിയാം. അതുകൊണ്ട് അബ്ബാസ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. എന്നാണ് ഇനി തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല. ആകെ അറിയിച്ചിട്ടുള്ള കാര്യം പലസ്തീനിൽ ഇലക്ഷൻ നീട്ടിവെച്ചതിൻ്റെ ഉത്തരവാദി ഇസ്രായേലാണെന്ന് മാത്രമാണ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. മിസ്റ്റർ പി ജെ വിൻസെൻറ്റിൻ്റെ ഭാഷയിൽ വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള പലസ്തീനിലെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാന സംഗതിയായ തിരഞ്ഞെടുപ്പ് പോലും നടത്താത്തവരാണ് പലസ്തീൻ നേതാക്കൾ. 33 വയസ്സിന് താഴെയുള്ള ഒരാളും അവിടെ ജീവിതത്തിൽ ഇന്ന് വരെ വോട്ട് ചെയ്തിട്ടില്ല.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 കൊല്ലമായി തെരഞ്ഞെടുപ്പ് നടന്നിട്ട്. അപ്പോൾ 18 വയസ്സ് പൂർത്തിയായാലല്ലേ വോട്ട് അവകാശം കിട്ടുള്ളൂ. അപ്പോൾ ആ 18 വയസ്സ് കൃത്യ ഇലക്ഷന് മുമ്പേ തന്നെ 18 വയസ്സ് പൂർത്തിയാവുകയും വോട്ടർ പട്ടികയിൽ പേര് വരികയും ചെയ്താലേ 18ാമത്തെ വയസ്സിൽ വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ നമുക്കറിയാം പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. ചിലപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും 18 വയസ്സ് പൂർത്തിയാകുന്നതെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ കയറി പറ്റുകയല്ല. വോട്ടർ പട്ടികയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ആ കണക്കൊക്കെ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 33-34 വയസ്സിന് താഴെയുള്ള ഒരാൾ അവിടെ വോട്ട് ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഇന്ന് വരെ അവർ വോട്ട് ചെയ്തിട്ടില്ല. അവർക്കാർക്കും അതിലൊരു പ്രശ്നവും ഇന്ന് വരെ തോന്നിയിട്ടുമില്ല. ഒരുപക്ഷെ വളരെ ഉയർന്ന ജനാധിപത്യ ബോധം ഞരമ്പിലൂടെ ഒഴുകുന്നത് കൊണ്ടായിരിക്കാം തെരഞ്ഞെടുപ്പ് നടക്കാത്തതൊന്നും പലസ്തീനികൾക്കൊരു പ്രശ്നമായി തോന്നാത്തത് എന്ന് ചിന്തിക്കുകയേ തൽക്കാലം നമുക്ക് നിർവാഹമുള്ളൂ. വേറെ വഴിയില്ല. ഇനി തിരഞ്ഞെടുപ്പ് നടത്താത്തത് അവിടെ നിൽക്കട്ടെ. ഈ രണ്ടിടങ്ങളിലും ജനാധിപത്യ ഭരണമാണോ ഉള്ളത്? ആണോ? അല്ല. അവിടങ്ങളിൽ ഇസ്ലാമിക ഭരണമാണ് നിലനിൽക്കുന്നത്. ഹമാസ് അധികാരത്തിൽ കയറിയതിന് ശേഷം ഗാസയിലുള്ളത് ശരിയത്ത് നിയമം അടിസ്ഥാനപ്പെടുത്തിയ ഭരണമാണ്. ഹമാസ് വളരെ കർക്കശമായി തന്നെ ശരിയത്ത് നിയമം ഗാസയിൽ നടപ്പാക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക സദാചാര പോലീസ് തന്നെ അവിടെ ഉണ്ട്. ഗാസയിൽ ശരിയത്ത് നിയമമാണ് നടപ്പാക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ അതോറിറ്റി ഉണ്ടല്ലോ, അവരവിടെ ജനാധിപത്യ ഭരണമാണ് നടപ്പാക്കുന്നതെന്ന്. എന്നാൽ ആ തോന്നൽ തെറ്റാണ്. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ അതോറിറ്റിയും ഭരണം നടത്തുന്നത് ഇസ്ലാമിക നിയമപ്രകാരമാണ്. ദ പലസ്തീനിയൻ ബേസിക് ലോ എന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീൻ അതോറിറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അടിസ്ഥാന നിയമ ഭേദഗതിയുണ്ട്. അതിൻ്റെ ആർട്ടിക്കിൾ 4, അതായത് 4ാമത്തെ ആർട്ടിക്കിൾ നാം എടുത്ത് നോക്കിയാൽ അവിടെ കാണുന്നത് 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, വെസ്റ്റ് ബാങ്കിൽ ഇസ്ലാമാണ് ഔദ്യോഗിക മതം. മറ്റ് ഡിവൈൻ റിലീജിയൻസിനെ ബഹുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഒരു ഉഡായിപ്പാണ്. മറ്റ് റിലീജിയനെ ബഹുമാനിക്കും എന്ന് പറഞ്ഞാൽ മതി. അത് പറയാതെ ഡിവൈൻ റിലീജിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിവൈൻ അല്ലാത്ത റിലീജിയനെ ബഹുമാനിക്കുകയില്ല. അപ്പോൾ ഒരു റിലീജിയൻ ഡിവൈൻ ആണോ അല്ലയോ എന്ന് പലസ്തീൻ അതോറിറ്റി തീരുമാനിക്കും എന്നാണ് അതിനർത്ഥം. അവർ പറയുന്നതനുസരിച്ച് അവർ പറയാണ് ക്രിസ്ത്യൻ റിലീജിയൻ അത് ഡിവൈൻ അല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് പിന്നെ അവിടെ ഒരു വിലയില്ല. അല്ലെങ്കിൽ വേറെ ഏത് മതമാകട്ടെ ഡിവൈൻ അല്ല എന്നങ്ങ് പറഞ്ഞാൽ തീർന്നു, പരിപാടി തീർന്നു. മനസ്സിലായ? അപ്പോൾ അത് തന്നെ ഉഡായിപ്പാണ്. ആ ഡിവൈൻ റിലീജിയനെ ഞങ്ങൾ ബഹുമാനിക്കും എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെങ്ങാനും ഈ നിയമം എങ്ങാനും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമാണ് ഔദ്യോഗിക മതമെങ്കിലും മറ്റ് മതങ്ങളെയൊക്കെ ബഹുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയാണ്. മറ്റ് മതങ്ങളെ ബഹുമാനിക്കുമെന്നല്ല, മറ്റ് ദൈവിക മതങ്ങളെ ബഹുമാനിക്കുമെന്നുള്ളതാണ്. ആ ദൈവിക മതങ്ങൾ ഏതൊക്കെയാണെന്ന് അവർ തീരുമാനിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിക ശരീഅത്തിൻ്റെ തത്വങ്ങളായിരിക്കും പലസ്തീനിലെ നിയമനിർമ്മാണത്തിൻ്റെ പ്രധാന ഉറവിടം എന്നുള്ളതാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അറബിയായിരിക്കും പലസ്തീനിലെ ഔദ്യോഗിക ഭാഷ എന്നുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഗാസയും വെസ്റ്റ് ബാങ്കും അടങ്ങുന്ന പലസ്തീൻ ഒരു ഇസ്ലാമിക ഭരണ പ്രദേശമാണ്. അതിനെയാണ് ജനാധിപത്യ പ്രദേശമായും അവിടെയുള്ള ജനങ്ങളെ വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ളവരായും മിസ്റ്റർ PJ വിൻസെൻ്റ് മലയാളികളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇസ്ലാമിക ഭരണത്തെക്കുറിച്ച് വലിയ പിടിയില്ലാത്തവർ ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ അതെന്താ ഇസ്ലാമിക ഭരണത്തിൽ ജനാധിപത്യം ഉണ്ടായിക്കൂടെ എന്നൊരു പക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാമിക ഭരണവ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ഭരണക്രമത്തിൽ ജനാധിപത്യത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചില ഖുർആൻ ആയത്തുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് സൂറ 33:36. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല. വല്ലവനും അല്ലാഹുവേയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിപിഴച്ചു പോയിരിക്കുന്നു. സൂറ 33:36. ഇവിടെ വളരെ വ്യക്തമായി തന്നെ ഖുർആൻ പറയുന്നു, തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം അല്ലാഹുവിനും അവൻ്റെ ദൂതനും മാത്രമാകുന്നു എന്ന്. ആ തീരുമാനം എന്തു തന്നെ ആയാലും അത് അംഗീകരിക്കുവാൻ കടപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. അതായത് ഏതൊരു കാര്യത്തെക്കുറിച്ചുമുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ജനാധിപത്യ രാജ്യങ്ങളിലേതുപോലെ ജനങ്ങൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളല്ല, മറിച്ച് അല്ലാഹുവും മുഹമ്മദും കൂടിയാണ്. മുഹമ്മദ് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത മനുഷ്യനായതുകൊണ്ട് ഇന്നുള്ളവർക്കാർക്കും 14 നൂറ്റാണ്ടിന് മുമ്പ് അല്ലാഹുവും മുഹമ്മദും കൊണ്ടുവന്ന നിയമത്തിനപ്പുറത്ത് പുതിയ ഒരു നിയമം രൂപീകരിക്കാൻ അനുവാദമില്ല. ചുരുക്കി പറഞ്ഞാൽ
ജനാധിപത്യ വ്യവസ്ഥിതിയിൽ കാലഘട്ടങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടുകയോ പുതിയ പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഇസ്ലാമിക ഭരണവ്യവസ്ഥ അവലംബിക്കുന്നത് 14 നൂറ്റാണ്ട് മുമ്പ് നിലവിലിരുന്ന നിയമങ്ങളാണ്. ഇത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു വിധത്തിലും അംഗീകരിക്കപ്പെടുകയില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല, പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല എന്നുകൂടി ഖുർആൻ വ്യക്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇസ്ലാമിക ഭരണവ്യവസ്ഥയിൽ എതിരഭിപ്രായം അനുവദനീയമല്ല, അഥവാ പ്രതിപക്ഷമെന്ന് പറയുന്ന ഒന്നിനെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നതാണ്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് അന്യമാണ്. നമുക്കറിയാവുന്ന ജനാധിപത്യത്തിലൊന്നും ഇങ്ങനെ ഒരു സിസ്റ്റമില്ല, പ്രതിപക്ഷമില്ലാത്തൊരു സിസ്റ്റമില്ല. പക്ഷേ ഇസ്ലാമിക ഭരണവ്യവസ്ഥ അങ്ങനെയുള്ളതാണ്. ഇനി അടുത്ത ഖുർആൻ വാക്യം സൂറ 39:9 അതല്ല, പരലോകത്തെപ്പറ്റി ജാഗ്രത പുലർത്തുകയും തൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യം ആശിക്കുകയും ചെയ്തുകൊണ്ട് സാഷ്ടാംഗം ചെയ്തും നിന്ന് പ്രാർത്ഥിച്ചും രാത്രി സമയങ്ങളിൽ കീഴ്വണക്കം ചെയ്യുന്നവനോ അതല്ല സത്യനിഷേധിയോ ഉത്തമൻ. പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ. സൂറ 39:9. ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരെയും അത് തുല്യരായി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ആയത്തിൽ എന്താണ് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടോ? അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അറിവ് നാം സാധാരണ ഉദ്ദേശിക്കുന്ന ജനറൽ നോളജ് അല്ല, ഇസ്ലാം മതത്തിലുള്ള അറിവാണെന്ന് ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പരലോകത്തെപ്പറ്റി ജാഗ്രത പുലർത്തുന്നു, തൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യം ആശിച്ചുകൊണ്ട് സാഷ്ടാംഗം വീണോ അല്ലെങ്കിൽ നിന്നോ പ്രാർത്ഥിക്കുന്നു, രാത്രി സമയങ്ങളിൽ കീഴ്വണക്കം ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് അള്ളാഹുവിനെയും ഇസ്ലാമിനെയും കുറിച്ച് അറിവുള്ള ഒരു മുസൽമാനും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരു അവിശ്വാസിയും ഇസ്ലാമിക നിയമത്തിന് കീഴിൽ സമന്മാരല്ല, അവർ തുല്യതയുള്ളവരാകില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇതും ജനാധിപത്യത്തിന് അന്യമായ കാര്യമാണ്. നമുക്കിനി അടുത്ത ഖുർആൻ വാക്യം നോക്കാം. സൂറ 63:8 അവർ പറയുന്നു, ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങിച്ചെന്നാൽ കൂടുതൽ പ്രതാപമുള്ളവർ നിന്ദ്യരായുള്ളവരെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന്. അല്ലാഹുവിനും അവൻ്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാകുന്നു പ്രതാപം, പക്ഷേ കപടവിശ്വാസികൾ കാര്യം മനസ്സിലാക്കുന്നില്ല. സൂറ 63:8. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അതിൻ്റെ പൗരന്മാരെ പ്രതാപമുള്ളവരെന്നോ നിന്ദ്യർ എന്നോ തരംതിരിക്കുന്നില്ല. അവിടെ എല്ലാവരും തുല്യരായിരിക്കും. എന്നാൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ അള്ളാഹുവും അവൻ്റെ ദൂതനും സത്യവിശ്വാസികളും പ്രതാപവാന്മാർ എന്ന ഗണത്തിൽ വരുന്നവരാണ്, മറ്റുള്ളവരെല്ലാം. അതായത് അമുസ്ലിങ്ങളെല്ലാം നിന്ദ്യരായവർ എന്ന ഗണത്തിൽ പെടുന്നവരുമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇങ്ങനെയൊരു വിഭജനം സ്വപ്നം കാണാൻ പോലും ആർക്കും കഴിയുകയില്ല. അത്രമാത്രം ജനാധിപത്യത്തിന് അന്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അതിനകത്തുള്ള ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതാപവാന്മാരായിട്ടും മറ്റൊരു കൂട്ടരെ നിന്ദ്യരായിട്ടും വിഭജിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഖുർആൻ വാക്യം നോക്കാം. അത് സൂറ 5:49 അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അവർക്കിടയിൽ നീ വിധി കൽപ്പിക്കുകയും അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റാതിരിക്കുകയും അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചു തന്ന വല്ല നിർദ്ദേശത്തിൽ നിന്നും അവർ നിന്നെ തെറ്റിച്ച് കളയുന്നതിനെപ്പറ്റി നീ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് നാം കൽപ്പിക്കുന്നു. ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നീ മനസ്സിലാക്കണം, അവരുടെ ചില പാപങ്ങൾ കാരണമായി അവർക്ക് നാശം വരുത്തണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന്. തീർച്ചയായും മനുഷ്യരിൽ അധികം പേരും ധിക്കാരികളാകുന്നു. സൂറ 5:49. ഈ ആയത്തിൻ്റെ ആദ്യ വരി നോക്കുക. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അവർക്കിടയിൽ നീ വിധി കൽപ്പിക്കുകയും എന്നാണ് ഖുർആൻ പറയുന്നത്. ജനാധിപത്യത്തിൽ മനുഷ്യർക്കിടയിൽ വിധി കൽപ്പിക്കുന്നത് ജാതി മതഭേദമന്യേയുള്ള മനുഷ്യർ നിർമ്മിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ജനപ്രതിനിധികളിൽ പല ജാതികളിലും മതത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി ചേർന്ന് നിർമ്മിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വിധി നടപ്പാക്കുക. എന്നാൽ ഇസ്ലാമിക ഭരണവ്യവസ്ഥയിൽ അത് ഖുർആൻ്റെയും സുന്നയുടെയും അടിസ്ഥാനത്തിലായിരിക്കും. പൗരന്മാരുടെ താല്പര്യങ്ങൾക്കല്ല, 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇസ്ലാമിക വ്യവസ്ഥയിൽ നിയമം നിലനിൽക്കുന്നതും വ്യാഖ്യാനിക്കപ്പെടുന്നതും. ഇതും ജനാധിപത്യത്തിന് അന്യമായ കാര്യമാണ്. ഇനി നമുക്ക് സൂറ 4:59 നോക്കാം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക.
നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. സൂറ 4:59. ഇവിടെയും പറയുന്നത് അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ ദൂതനെയും മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കാനാണ്. സാധാരണഗതിയിലുള്ള ഒരു മുസൽമാന് ഇക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, അവനതനുസരിക്കും. എന്നാൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിലുള്ള അമുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അംഗീകരിക്കാനാവുക? അവരും ഭരിക്കപ്പെടേണ്ടത് ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ജനാധിപത്യം എന്ന് വിളിക്കാൻ പറ്റുമോ? അടുത്ത ഖുർആൻ വാക്യം സൂറ 9:3. മഹത്തായ ഹജ്ജിൻ്റെ ദിവസത്തിൽ മനുഷ്യരോട് പൊതുവായി അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്തു നിന്ന് ഇതാ അറിയിക്കുകയും ചെയ്യുന്നു, അല്ലാഹുവിനും അവൻ്റെ ദൂതനും ബഹുദൈവ വിശ്വാസികളോട് യാതൊരു ബാധ്യതയുമില്ലെന്ന്. എന്നാൽ ബഹുദൈവ വിശ്വാസികളെ, നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം. നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവെ തോൽപ്പിക്കാനാവില്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നബിയെ, സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി നീ സന്തോഷ വാർത്ത അറിയിക്കുക. സൂറ 9:3. ജനാധിപത്യത്തിൽ ഒരാളും നിയമത്തിന് അതീതനല്ല. ഭരണകർത്താക്കൾ ഭരിക്കപ്പെടുന്നവർക്ക് കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഈ ആയത്തിൽ പറയുന്നത് കേട്ടോ, അല്ലാഹുവിനും അവൻ്റെ ദൂതനും ബഹുദൈവ വിശ്വാസികളോട് യാതൊരു ബാധ്യതയുമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ആയത്തിറങ്ങിയത് മക്കയിലെ ഖുറൈശികളുമായി മുസ്ലിങ്ങൾ നടത്തിയ ഒരു ഉടമ്പടിയിൽ നിന്നും, ഹുദൈബിയ സന്ധി എന്ന് പറയും, ആ സന്ധിയിൽ നിന്നും ഏകപക്ഷീയമായി മുഹമ്മദ് പിൻവാങ്ങുന്ന സന്ദർഭത്തിലാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇസ്ലാമിക ഭരണം നിലവിൽ വന്നാൽ ഖുർആനിലെ ഈ ആയത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഭരണവ്യവസ്ഥയ്ക്ക് കീഴിലുള്ള ബഹുദൈവാരാധികളോട് യാതൊരു ബാധ്യതയും അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിന് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ജനാധിപത്യത്തിൽ മതസ്വാതന്ത്ര്യവും അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. മതസ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മതത്തെ നിരസിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. ഏതെങ്കിലും മതങ്ങളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടി അതിനകത്തുണ്ട്. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൽ ഏതൊരുത്തരും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഒരുത്തൻ്റെ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസരാഹിത്യം ഒരിക്കലും അവൻ്റെ പൗരത്വത്തിനോ ജീവനോ സ്വത്തിനോ ഒരു ഭീഷണിയായി മാറുന്നില്ല. എന്നാൽ ഇസ്ലാമിക ഭരണവ്യവസ്ഥിതി ഒരിക്കലും ഇസ്ലാം അല്ലാതെ മറ്റൊരു മതത്തെ അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഇസ്ലാമല്ലാത്തൊരു മതത്തിൽ ഒരുത്തരും വിശ്വസിച്ച് ജീവിക്കണമെങ്കിൽ അവൻ ജിസിയ എന്നറിയപ്പെടുന്ന മതനികുതി നൽകേണ്ടതുണ്ട്. നമുക്ക് ഖുർആനിൽ നിന്ന് നോക്കാം. സൂറ 9:29. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അല്ലാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നതുവരെ. സൂറ 9:29. ഒരു ഭൂപ്രദേശം ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലായാൽ അവിടെയുള്ള അമുസ്ലിങ്ങൾക്ക് മുന്നിലുള്ളത് 3 വഴികളാണ്. ഒന്നുകിൽ ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ ജിസിയ നൽകുക, അതുമല്ലെങ്കിൽ കൊല്ലപ്പെടുക. ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ ഇത് നമുക്ക് അങ്ങനെ തന്നെ കാണാവുന്നതാണ്. എന്നാൽ ഇന്ന് ലോകം പരിഷ്കൃതമായതുകൊണ്ട് ഇതങ്ങനെ തന്നെ നടപ്പാക്കാൻ ശ്രമിച്ച പല ഇസ്ലാമിക രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെയുള്ള ഒന്നും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഈ നിയമം ഭൂഷണമല്ല എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ഏതൊരാൾക്കും അത് അറിയാവുന്നതേ ഉള്ളൂ. ജനാധിപത്യ ഭരണ വ്യവസ്ഥയിൽ നിയമത്തിന് മുമ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യസ്ഥാനമാണുള്ളത്. കോടതിയിൽ സാക്ഷി പറയുന്ന കാര്യത്തിലായാലും ഭരണത്തിലായാലും സ്ത്രീകൾക്ക് നേരെ വിവേചനം കാണിക്കുവാൻ ജനാധിപത്യത്തിൽ ഒരാൾക്കും സാധിക്കുകയില്ല. അങ്ങനെ ഒരു കാര്യം അനുവദിക്കുന്നില്ല. എന്നാൽ ഖുർആനിൽ സൂറ 2:282 പറയുന്നത് നമുക്ക് നോക്കാം. ഇത് വളരെ വലിയ ദൈർഘ്യമുള്ള ഒരായത്താണ്. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട കാര്യം മാത്രം പറയാം. പണമിടപാട് വിഷയങ്ങളിലോ മറ്റോ കരാർ എഴുതുമ്പോൾ അതിൽ സാക്ഷികളായി ഒപ്പിടുന്നവരുടെ കാര്യം പറയുന്ന സമയത്താണ് സ്ത്രീകളുടെ സാക്ഷ്യത്തിൻ്റെ വില പുരുഷന്മാരുടെ സാക്ഷ്യത്തിൻ്റെ വിലയേക്കാൾ കുറവാണ് എന്ന് കാണാം. പുരുഷൻ്റെ സാക്ഷ്യത്തിൻ്റെ വിലയാണ് ഒരു സ്ത്രീക്കുള്ളത്. അതായത് 2 സ്ത്രീകൾ ചേർന്ന് സാക്ഷി പറഞ്ഞെങ്കിൽ മാത്രമേ ഒരു പുരുഷന് തുല്യമായിട്ട് വരികയുള്ളൂ. ഞാൻ വായിക്കാം, ഭാഗം വായിക്കാം. നിങ്ങളിൽപ്പെട്ട 2 പുരുഷന്മാരെ നിങ്ങൾ സാക്ഷി നിർത്തുകയും ചെയ്യുക. ഇനി ഇരുവരും പുരുഷന്മാരായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാക്ഷികളിൽ നിന്ന് ഒരു പുരുഷനും 2 സ്ത്രീകളും ആയാലും മതി. അവരിൽ ഒരുവൾക്ക് തെറ്റുപറ്റിയാൽ മറ്റവൾ അവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. സൂറ 2:282. ഈ പറഞ്ഞ കാര്യത്തിന് ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്, അത് ഞാൻ തരാം. അബൂ സയ്യിദുൽ ഖുദ്രി പറയുന്നു, ഒരിക്കൽ തിരുമേനി വലിയ പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ദിവസം നമസ്കാര മൈതാനത്ത് നമസ്കാരാനന്തരം സ്ത്രീകളുടെ അടുത്തേക്ക് വന്നു. അവിടെ വെച്ച് അരുളി, സ്ത്രീ സമൂഹമേ, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക. നരകവാസികളിൽ അധികം ആളുകളെയും സ്ത്രീകളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. തിരുമേനി,
എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ആ സ്ത്രീകൾ ചോദിച്ചു. തിരുമേനി അരുളി, അവർ മറ്റുള്ളവരെ കൂടുതൽ ശപിച്ചുകൊണ്ടും ശകാരിച്ചുകൊണ്ടും ഇരിക്കും. മാത്രമല്ല ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുകയും ചെയ്യും. ദൃഢചിത്തരായ പുരുഷന്മാരുടെ ഹൃദയങ്ങളെ ഇളക്കുവാൻ ബുദ്ധിയും ദീനും കുറഞ്ഞ നിങ്ങളെക്കാൾ കഴിവുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീകൾ ചോദിച്ചു, തിരുമേനി, ബുദ്ധിയിലും ദീനിലും ഞങ്ങൾക്ക് എന്താണ് കുറവ്? തിരുമേനി അരുളി, സ്ത്രീയുടെ സാക്ഷ്യത്തിന് അര പുരുഷന്റെ സാക്ഷ്യത്തിന്റെ സ്ഥാനമല്ലേ കൽപ്പിക്കുന്നുള്ളൂ? അവർ പറഞ്ഞു, അതെ. തിരുമേനി അരുളി, അവർക്ക് ബുദ്ധി കുറവാണെന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണത്. ആർത്തവമുണ്ടായാൽ സ്ത്രീ നമസ്കാരവും നോമ്പും ഉപേക്ഷിക്കുന്നില്ലേ? അവർ പറഞ്ഞു, അതെ. തിരുമേനി അരുളി, ദീൻ കുറവായതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണത്. സ്വഹീഹ് ബുഖാരി അധ്യായ 6 ഹദീസ് നമ്പർ 203. ഇത് സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ് ഈ ഹദീസ്. ഖുർആന് ഹദീസുകളും പ്രകാരം സ്ത്രീകൾ ബുദ്ധി കുറഞ്ഞവരാണ്. മുസ്ലിം സ്ത്രീകൾ ബുദ്ധി കുറഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ സാക്ഷ്യത്തിൻ്റെ വില പുരുഷൻ്റെ സാക്ഷ്യത്തിൻ്റെ പാതിയാണ്. ഇങ്ങനെ ഒരു ലിംഗവിവേചനത്തിന് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ കാലുകുത്താൻ പോലും ഇടമില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ശരീഅത്ത് അടിസ്ഥാനപ്പെടുത്തിയ ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായും ജനാധിപത്യ വിരുദ്ധമാണ്. ഇത്രമാത്രം അടിമുടി ജനാധിപത്യ വിരുദ്ധമായ ഒരു സിസ്റ്റത്തിനകത്തുള്ള പലസ്തീനികളെക്കുറിച്ച് മിസ്റ്റർ PJ വിൻസെൻ്റ് പറയുന്നത് നമുക്ക് ഒന്നുകൂടി കേട്ട് നോക്കാം. ഇപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റില്ല എന്ന കാര്യം ഞാൻ ഉറപ്പു തരാം. പക്ഷെ പലസ്തീനികൾ നേരെ തിരിച്ചാണ്. അവര് എല്ലാവരോടും സൗഹൃദമാണ്. അവർക്കാകെ അവരുടെ പ്രാന്തവൽക്കരണവും ഭൂമി നഷ്ടപ്പെട്ടതും അഭയാർത്ഥികളായി കഴിയുന്നതുമായിട്ടുള്ള സങ്കടങ്ങളാണ്. ആ സങ്കടങ്ങൾക്കൊപ്പം വളരെ ഉയർന്ന ജനാധിപത്യ ബോധവും പരമപ്രധാനമായിട്ടുള്ളത് അവരുടെ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് തന്നെയാണ്. വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള പലസ്തീനിലെ ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പത്രവാർത്തകളിലൂടെ കണ്ണോടിച്ച് നോക്കാം. പലസ്തീനിലുള്ള നിരീശ്വരവാദികളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നറിയണ്ടേ? ഇവിടെ പലസ്തീനികൾക്ക് വേണ്ടി ഇസ്രായേലിനെ ഒരു ദിവസം ആഹാരത്തിന് മുമ്പ് 4 നേരവും ആഹാരത്തിന് ശേഷം 4 നേരവും ചീത്ത വിളിക്കുന്ന ഏതെങ്കിലും നിരീശ്വരവാദികൾ വലീദ് അൽ ഹസൈനി എന്ന് കേട്ടിട്ടുണ്ടോ? പലസ്തീനിലുള്ള ഒരു നിരീശ്വരവാദിയാണ് ഈ വലീദ് അൽ ഹസൈനി. അദ്ദേഹം കുറേ കാലം ജയിലിലായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? താൻ ജെറുസലേമിൽ നിന്നുള്ള പലസ്തീൻ നിരീശ്വരവാദിയാണ് എന്നും പറഞ്ഞ് വലീദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതിനു മുമ്പേ പുള്ളി ഒരു ബ്ലോഗൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. അള്ളാഹു വെറും പ്രാകൃത ബദൂവിയൻ ഗോത്രദേവനാണെന്നും മുഹമ്മദ് ഒരു സെക്സ് മാനിയാക്കാണെന്നുമൊക്കെ ആ ബ്ലോഗിലുണ്ടായിരുന്നു. ആരാണ് ബ്ലോഗ് ഉടമ എന്ന് കണ്ടെത്താൻ പലസ്തീൻ അതോറിറ്റി കുറേയേറെ കഷ്ടപ്പെട്ടു. അവസാനം കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലീദ് അൽ ഹസൈനി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അവിടെയുള്ള ഒരു കമ്പ്യൂട്ടർ കഫേയിൽ നിന്നായിരുന്നു. കമ്പ്യൂട്ടർ കഫേയുടെ ഉടമസ്ഥനായ അബു അസാബിന് ഒരു സംശയം തോന്നി. ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കുറേ നാളായി എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നിരീശ്വരവാദിയായ ആ പലസ്തീൻ ബ്ലോഗർ വലീദ് അൽ ഹസൈനി ആണെന്ന്. അബു അസാബ് എന്ത് ചെയ്യുന്നു വെച്ചാൽ സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ വലീദ് അൽ ഹസൈനി ഉപയോഗിച്ച പേജുകളെല്ലാം റിക്കവർ ചെയ്ത് അതിൻ്റെ കോപ്പികളെല്ലാം എടുത്ത് നേരെ പലസ്തീൻ അതോറിറ്റി അധികാരികളുടെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞു. പിറ്റേന്ന് തന്നെ വലീദിനെ അന്വേഷിച്ച് വീട്ടിൽ പോലീസ് എത്തി പിടിച്ചുകൊണ്ടുപോയി. നാട്ടുകാർ മുഴുവൻ വളരെ കോപാകുലരായിരുന്നു. ജീവിതകാലം മുഴുവൻ ഈ വലീദിനെ ജയിലിലിടണം എന്നൊക്കെ പറഞ്ഞായിരുന്നു നാട്ടുകാർ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. വലീദിനെ എങ്ങാനും ജയിലിൽ നിന്ന് പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പലസ്തീൻ അതോറിറ്റി ഭരണകൂടത്തോട് ആർക്കും ഒരു ബഹുമാനം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. മാത്രമല്ല ഈ വലീദ് അൽ ഹസൈനി മൊസാദിൻ്റെ ഏജൻ്റാണെന്നുള്ള പ്രചാരണവും വളരെ ശക്തമായിരുന്നു. പലസ്തീനിൽ നിങ്ങൾക്കൊരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി അയാളൊരു ഇസ്രായേൽ ചാരനാണ് അല്ലെങ്കിൽ മൊസാദ് ഏജൻ്റാണ് എന്ന ആരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ്. രാജ്യദ്രോഹ കുറ്റത്തിന് അയാളെ ക്രൂരമായി കൊന്നോളും. മാത്രമല്ല വലീദ് ഒറ്റയ്ക്കല്ല ഇതൊക്കെ എഴുതിയത്, വേറെയും ആളുകൾ ആ ബ്ലോഗിൻ്റെ പുറകിലുണ്ടെന്നും ചിലർ പ്രചരിപ്പിച്ചിരുന്നു. ആ പ്രചരണത്തിൻ്റെ പുറകിലെ ഉദ്ദേശം ഇത് തന്നെയാണ്. തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളൊക്കെ ആ ബ്ലോഗിൻ്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞ് അവരെയൊക്കെ ജയിലിലിടുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യുക, ഇതാണ് ഉദ്ദേശം. വലീദ് അൽ ഹസൈനിയെ കൊല്ലുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ ലോകമെമ്പാടു നിന്നും പ്രതിഷേധം ശക്തമായപ്പോൾ വിട്ടയക്കേണ്ടി വന്നു. ഇതാണ് പലസ്തീനിലുള്ള യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും അവസ്ഥ. തങ്ങളുടെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കവിടെ ഇല്ല. ഇനി ഇസ്രായേലിലെ സ്ഥിതി എന്താണ്? അവിടെ ആരെങ്കിലും നിരീശ്വരവാദിയായാൽ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് ഉത്തരം. ഇസ്രായേലിൽ നിരീശ്വരവാദികൾക്ക് ഒരു പ്രശ്നവുമില്ല. പരസ്യമായി അവർക്ക് അവരുടെ വിശ്വാസരാഹിത്യം വെളിപ്പെടുത്താം. പലരും അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്, ഇപ്പോഴും വെളിപ്പെടുത്തുന്നുമുണ്ട്. ഇസ്രായേലിൽ നിരീശ്വരവാദികൾക്ക് തങ്ങളുടെ വിശ്വാസരാഹിത്യം വെളിപ്പെടുത്തുന്നതിൽ ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഇസ്രായേലിൽ പ്രധാനമന്ത്രി വരെ ആകാം. ഇസ്രായേൽ ഫൗണ്ടിങ് ഫാദർ എന്നറിയപ്പെടുന്ന ഡേവിഡ് ബെൻ ഗുറിയോൻ്റെ കാര്യമെടുക്കാം. അദ്ദേഹം ഒരു നിരീശ്വരവാദി ആയിരുന്നു.
ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് എന്തോ മഹാസംഭവമാണെന്നല്ലാട്ട ഞാൻ പറഞ്ഞു വരുന്നത്. ആശയപരമായി ഞാൻ അതിനെ ശക്തമായി എതിർക്കുന്ന ആളാണ്. എന്നാൽ ഒരാൾക്ക് അതാണ് ശരിയെന്ന് തോന്നി അയാൾ ആ ഐഡിയോളജി സ്വീകരിക്കുകയാണെങ്കിൽ അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു. ഞാൻ മാത്രമല്ല, പരിഷ്കൃത ലോകമെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരന്മാർ വിമാനങ്ങൾ ഇടിച്ചു കയറ്റി തകർത്ത അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ നിന്നിരുന്ന ആ സ്ഥലത്ത്, അതായത് ഗ്രൗണ്ട് സീറോ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്ററും ഒരു മോസ്കും പണിയുവാൻ അമേരിക്കയിലെ മുസ്ലിങ്ങൾക്ക് അമേരിക്കൻ ഗവൺമെൻറ് അനുവാദം കൊടുത്തത്. ഇസ്ലാമിക മതഭ്രാന്തന്മാരാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3000-ലധികം വരുന്ന ആളുകളുടെ ആത്മാക്കളെ പരിഹസിക്കുന്ന വിധത്തിൽ ഇന്നും അവിടെ 5 നേരം മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. ഗ്രൗണ്ട് സീറോ മോസ്ക് പണിയുന്നതിനെതിരെ അമേരിക്കയിൽ പലരും പ്രതിഷേധമൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ ഗ്രൗണ്ട് സീറോ മോസ്ക് പണിയാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാനും അവിടെ ആൾക്കാരുണ്ടായിരുന്നു. രണ്ട് ഭാഗത്തും ആൾക്കാരുണ്ടായിരുന്നു. ഏതായാലും സർക്കാർ അവർക്ക് അത് പണിയുവാനുള്ള അനുവാദം കൊടുത്തു, മതസ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു പേര് പറഞ്ഞിട്ട്. ഈ ഒബാമ ഭരണത്തിലിരിക്കുന്ന സമയത്താണ് അതുണ്ടായത്. അപ്പോൾ ഇസ്ലാമിക രാജ്യത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് നിങ്ങളുടെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല. മനസ്സിലായോ? അവിടെയുള്ള ഏതെങ്കിലും ഒരു കെട്ടിടങ്ങൾ പുറമെയുള്ള ഏതെങ്കിലും മതക്കാർ തകർത്തു കഴിഞ്ഞതിന് ശേഷം അതേ മതക്കാർക്ക് അവിടെ അവരുടെ ഒരു കൾച്ചറൽ സെൻറ്ററും അവരുടെ ആരാധനാലയവും പണിയാൻ അനുവാദം കൊടുക്കുന്നു. ഇതൊന്നും ഇല്ലാതെ തന്നെ അവിടെ കൊടുക്കുന്നില്ല. ഇപ്പോഴൊക്കെയാണ് ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം കാരണം ചിലയിടങ്ങളിലൊക്കെ പള്ളി അമ്പലമൊക്കെ പണിയാനുള്ള അനുവാദം കിട്ടിയിരിക്കുന്നത്. അതും സിനഗോഗൊന്നും പണിയാനുള്ള അനുവാദം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊക്കെ ഒന്ന് കിട്ടി വരുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് കാരണം ഈ ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം, അവന് ഇഷ്ടമുള്ളത് നിരീശ്വരവാദമാണെങ്കിൽ നിരീശ്വരവാദം, അല്ല ദൈവവിശ്വാസമാണെങ്കിൽ ദൈവവിശ്വാസം ഏതാണോ അത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെയുള്ള ആ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവർക്ക് യാതൊരു ധാരണയില്ല. മുസ്ലിങ്ങൾക്ക് ആർക്കും ഇല്ല. കാരണം ഇസ്ലാം അങ്ങനെ ഒരു സംഗതിയെ പറ്റി പറയുന്നില്ല. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഖുർആൻ ഒന്നും പറയുന്നില്ല. ഖുർആൻ ഒരു ഗോത്രത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്, വ്യക്തിയുടെ കാര്യമല്ല. ഇൻഡിവിജ്വലിൻ്റെ ഒരു കാര്യവും പറയുന്നില്ല. അവിടെ ഒരു ഗോത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അള്ളാഹുവും മുഹമ്മദും കാര്യങ്ങളെല്ലാം പണ്ടേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യാതെ അത് വിശ്വസിക്കുക, അനുസരിക്കുക എന്നത് മാത്രമേ ഒരു മുസ്ലിമിന് അതിനകത്ത് ചെയ്യാനുള്ളൂ. അതാണ് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടില്ല. അള്ളാഹുവും മുഹമ്മദും പറഞ്ഞ് അനുസരിക്കുക, അംഗീകരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പലസ്തീൻ ജനത അവരുടെ ഇടയിൽ നിന്നും ഒരാൾ നിരീശ്വരവാദിയാകുമ്പോൾ അതിനെ അംഗീകരിക്കാത്തതും അവനെ കൊല്ലാൻ നോക്കുന്നതും. ഇനി ബെൻഗുറിയോൻ മാത്രമല്ല കേട്ടോ, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്ന മോശെ ദയാനും ഗോൾഡ മേയറും ഒക്കെ നിരീശ്വരവാദികളായിരുന്നു. അവർ നിരീശ്വരവാദികൾ ആണെന്ന് അറിഞ്ഞു തന്നെയാണ് ഇസ്രായേൽ ജനത അവരെ പ്രധാനമന്ത്രിമാരാക്കിയതും. ദൈവത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇസ്രായേൽ ജനത മാനിച്ചിരുന്നു എന്നർത്ഥം. ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികളടക്കമുള്ള പലർക്കും ഇസ്രായേൽ എന്നാൽ ഒരു മതാധിഷ്ഠിത ജൂതരാഷ്ട്രവും പലസ്തീൻ എന്നാൽ വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള സമത്വ സുന്ദര മതേതര രാഷ്ട്രവുമാണ്. കോമഡി എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ്? ഇങ്ങനെ ഈ പറഞ്ഞു വരുന്നവന്മാരെയൊക്കെ കൊമേഡിയന്മാരായി മാത്രമേ പരിഗണിക്കാൻ എൻ്റെ കോമൺ സെൻസ് എന്നെ അനുവദിക്കുന്നുള്ളൂ. പലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊരു അവസ്ഥ എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ സ്ഥിതി ഇതിനേക്കാൾ 100 മടങ്ങ് കഷ്ടമാണ്. ഗാസയിൽ ഹമാസിൻ്റെ ഇസ്ലാമിക കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ഗാസയിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഭർത്താവോ പിതാവോ തുടങ്ങി ഏതെങ്കിലും പുരുഷ രക്ഷാധികാരിയുടെ അനുമതി പത്രം ആവശ്യമാണെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്, ഇസ്ലാമിക കോടതി വിധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കൊറോണ കാലത്ത് പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ വീട്ടിലിരുന്ന് എഴുതി തയ്യാറാക്കിയ ഒരു സത്യവാങ്മൂലം കയ്യിൽ കരുതാറുണ്ടല്ലോ. അതുപോലെ ഗാസയിലെ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വീട്ടിലുള്ള ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ പിതാവിൽ നിന്നോ, അല്ലെങ്കിൽ ഭർത്താവും പിതാവൊന്നും ഇല്ലാത്ത സ്ത്രീ ആണെങ്കിൽ മറ്റേതെങ്കിലും പുരുഷ രക്ഷാധികാരിയിൽ നിന്നോ അനുമതി പത്രം എഴുതി വാങ്ങിയിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അത് കയ്യിൽ കരുതണം എപ്പോഴും എന്നാണ് ഇത് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്, ഗാസയിലെ ഇസ്ലാമിക കോടതി. ഇസ്രായേലിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിലെ സ്ത്രീകൾ ഇസ്രായേലിൻ്റെ അകത്ത് മാത്രമല്ല ലോകം മുഴുവനും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ടീമുകളാണെന്ന് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം കേട്ടോ. പറയുമ്പോൾ അതും കൂടി ചേർത്ത് പറയണമല്ലോ. പിന്നെ ഗാസയിൽ ഹമാസിൻ്റെ ഒരു പോലീസ് വിങ് ഉണ്ട്, മൊറാലിറ്റി പോലീസാണ്, അതായത് സദാചാര പോലീസ്. നമുക്കറിയാം ഗാസ ഒരു കടൽ തീര നഗരമാണ്, അവിടെ ബീച്ചുകൾ ധാരാളമുണ്ട്. ഹമാസിൻ്റെ ആയുധധാരികളായ സദാചാര പോലീസുകാർ ഇങ്ങനെ ചുറ്റി നടക്കും. ബീച്ചിൽ ഷർട്ടിടാതിരിക്കുന്ന പുരുഷന്മാരെയും അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെയും ഒക്കെ കണ്ട അടിച്ചോടിക്കും.
പിന്നെ തുണിക്കടക്കാരോട് പറഞ്ഞിരിക്കുന്നത് അടിവസ്ത്രങ്ങൾ പരസ്യമായി കടകളിൽ ഡിസ്പ്ലേ ചെയ്യരുതെന്നാണ്. ഈ സദാചാര പോലീസുകാരുടെ ഡ്യൂട്ടി ഇതൊക്കെയാണ്. കടകളിൽ, തുണിക്കടകളിലൊക്കെ അടിവസ്ത്രങ്ങൾ അവിടെ പരസ്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവന് രണ്ടെണ്ണം കൊടുക്കുക, അവനെതിരെ കേസെടുക്കുക. ഷർട്ടിടാതെ ബീച്ചിലിരിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ തീർന്നിട്ടില്ല. ഗാസയിൽ കുട്ടികൾക്കും കൗമാരക്കാർക്കും വേണ്ടി UN നടത്തിയിരുന്ന ഒരു വേനൽക്കാല ക്യാമ്പ് 2010 വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതി നിറഞ്ഞൊഴുകുന്ന പലസ്തീനികൾ കത്തിച്ചു കളഞ്ഞു. കത്തിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? ഭയങ്കരമായ കുറ്റകൃത്യമാണ് ആ ക്യാമ്പിൽ നടന്നത്. ആ കുറ്റകൃത്യം എന്ന് പറയുന്നത് ക്യാമ്പിനകത്ത് പെൺകുട്ടികൾ ആടുകയും പാടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അത് ഇമ്മോറലാണ്, സദാചാര വിരുദ്ധം. ഇസ്ലാമിൻ്റെ സദാചാരവുമായി അത് യോജിച്ചു പോകുന്നില്ല അത്രേ. ഗാസയിലെ 2.5 ലക്ഷത്തോളം കുട്ടികൾക്കുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ UN റദ്ദാക്കുന്നില്ലെങ്കിൽ ടോപ്പ് UN ഉദ്യോഗസ്ഥനായ ജോൺ ഗുങ്ങിനെയും മറ്റുള്ളവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളൊരു കുറിപ്പും പിന്നെ 3 വെടിയുണ്ടകളും കിട്ടിയതായി UN അധികൃതർ പറയുകയുണ്ടായി. 2007 സ്കൂൾ കുട്ടികളുടെ ഒരു ആഘോഷം നടന്നപ്പോൾ പതിവ് പോലെ ഗാസയിലെ ഈ സദാചാര പോലീസുകാർ ചെന്ന് അവിടെയും വെടിപൊട്ടിച്ചു. ഒരു ഹോം മെയ്ഡ് കൈബോംബ്, അതായത് വീട്ടിലുണ്ടാക്കിയ കൈബോംബ്. അവിടെ ഇതൊക്കെ കുടിൽ വ്യവസായമാണ് കേട്ടോ. ഇഷ്ടം പോലെ പലയിടത്തും ബോംബ് എറിഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഹോം മെയ്ഡ് ബോംബ് എന്നാണ് വാർത്തകളിലൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിലുണ്ടാക്കിയ കൈബോംബ് അത് ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് എറിയുകയും ഒരാളതിൽ മരിക്കുകയുണ്ടായി. കുറേ കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചത് കുട്ടിയല്ല, അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു ഫത്ത പാർട്ടി ലീഡറിൻ്റെ ബോഡി ഗാർഡാണ്. അദ്ദേഹം മരിച്ചു. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ആടുകയും പാടുകയും ആഘോഷങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് ബാല്യകാലം ആസ്വദിച്ച് വളർന്നു വരുന്നതിൽ ഒരു താല്പര്യവും ഇല്ല. അങ്ങനെ വളർന്നു വരാൻ പാടില്ല എന്നാണ് ഹമാസ് ആഗ്രഹിക്കുന്നത്. പകരം എങ്ങനെയായിരിക്കണം? ഇസ്രായേലിനോടുള്ള വെറുപ്പിലും വിദ്വേഷത്തിലും ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. അതിനു വേണ്ടുന്ന ട്രെയിനിങ് ആണ് ഗാസയിലെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്ന പോളിസിയാണ് ഹമാസിനൊക്കെ ഉള്ളത്. ജനാധിപത്യ ബോധം വളരെയധികം ഉയർന്ന് റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിച്ചുയർന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഗാസയിലെ പെൺകുട്ടികൾ സ്കൂട്ടർ ഓടിക്കുന്നതും സ്ത്രീകൾ ഡാൻസ് ചെയ്യുന്നതും ഹമാസ് നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ സദാചാര പോലീസ് ഉള്ളതുപോലെ വേറൊരു സംഗതിയും കൂടി പലസ്തീനികൾക്കിടയിലുണ്ട്. സദാചാര കൊലകൾ. കുടുംബത്തിൻ്റെ മാനം കാക്കാൻ വേണ്ടി സ്ത്രീകളെയും പെൺകുട്ടികളെയും കൊല്ലുന്നത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും സാധാരണ സംഭവങ്ങളാണ്. ഹമാസ് ആകട്ടെ അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റി ആകട്ടെ ഇതിനെതിരെ ഒരു നടപടിയും സാധാരണഗതിയിൽ എടുക്കാറില്ല. അത് അവരുടെ ഒരു ആചാരം എന്നുള്ള നിലയിൽ തന്നെ, മതത്തിൻ്റെ ഒരു ആചാരം എന്നുള്ള നിലയിൽ അങ്ങ് വിട്ടുകളഞ്ഞിരിക്കുകയാണത്. സ്ത്രീകളെയും പെൺകുട്ടികളെയും മാത്രമല്ല കേട്ടോ, മതം മാറിയ പുരുഷന്മാരെയും കുടുംബത്തിൻ്റെ മാനം കളഞ്ഞു എന്ന് പറഞ്ഞ് കൊന്നുകളയുന്നുണ്ട്. പിന്നെ ഗാസയിലെ ഇസ്ലാമിസ്റ്റുകൾ ഈ വീട്ടിലുണ്ടാക്കിയ ബോംബ് വയ്ക്കുന്ന മറ്റൊരിടം ബാർബർ ഷോപ്പാണ്. കാരണം എന്താണെന്നറിയോ? താടി വടിക്കുന്നത് അനിസ്ലാമികമായതുകൊണ്ട് താടിയെടുക്കുന്ന ബാർബർ ഷോപ്പുകൾ അനുവദിക്കില്ലെന്നാണ് അവരുടെ നിലപാട്. താടിയെടുക്കാതെ മീശ മാത്രം എടുക്കുന്ന ബാർബർ ഷോപ്പുകൾ കുഴപ്പമില്ല, പക്ഷെ താടിയെടുക്കുന്ന ബാർബർ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അതിന് നേരെ ഒരു ബോംബെറിയും. എന്നാൽ ശരി, താടി വെച്ച് നടക്കാമെന്ന് വിചാരിച്ചാലോ? അപ്പോഴും പ്രശ്നമാണ്. ഇപ്പോഴല്ല, മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. പണ്ടത് ഭയങ്കര പുലിവാലായിരുന്നു. കാരണം ഹമാസിനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ നടക്കുന്ന അറഫാത്തിൻ്റെ ഫത്ത ഭീകരർ അന്നേരം തന്നെ തട്ടിക്കളയും. താടിയുള്ളൊരുത്തിനെ കണ്ട അപ്പം തന്നെ തട്ടിക്കളയും. ഇത് 2007 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല. കാരണം അന്ന് ഈ ഗാസയിൽ ഹമാസ് ഭീകരരും ഫത്ത ഭീകരരും കട്ടയ്ക്ക് കട്ട നിൽക്കുന്ന സമയമാണ്. ഗാസയിലെ അധികാരം ഹമാസിന് കിട്ടിക്കഴിഞ്ഞ സമയമാണത്. അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ കലിപ്പിൽ ഈ ഫത്ത ഭീകരർ കണ്ണി കണ്ട താടി വെച്ചവരെല്ലാം നടുറോട്ടിലിട്ട് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. നിരപരാധികളായ കുറേ പേര് താടി വെച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അന്ന് ഗാസയിലെ തെരുവുകളിൽ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് ഹമാസിലെ ആളുകൾ പലരും ഫത്ത ഭീകരന്മാരെ പേടിച്ച് താടി വടിച്ചു കളഞ്ഞിരുന്നു. ഹമാസിൻ്റെ ആളുകൾ തന്നെ പറഞ്ഞത്, ഈ തെരുവുകളിലൂടെ താടി വെച്ച് നടക്കാൻ മുസ്ലിം പുരുഷന്മാർ ഭയപ്പെടുന്ന കാലമുണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും സങ്കല്പിച്ചിരുന്നില്ല എന്നാണ്. ആ സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അന്ന് താടി വെച്ചവരെയൊക്കെ കൊന്നുകളഞ്ഞിരുന്നത്. ഗാസയിൽ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ടായിരുന്നു. ഹമാസ് ആദ്യം അത് അടച്ചുപൂട്ടി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കത്തിച്ചും കളഞ്ഞു. ഗാസയിലെ ജനങ്ങൾ സന്തോഷിക്കുന്നത് ഹമാസിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഗാസയിലുള്ളവർ എപ്പോഴും ദുഃഖിച്ചും കരഞ്ഞും നിലവിളിച്ചും വിലപിച്ചും ഇരിക്കണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പത്രക്കാരോ അല്ലെങ്കിൽ മിസ്റ്റർ വിൻസെൻറ്റിനെ പോലെ റിസർച്ചിന് വേണ്ടി ചെല്ലുന്നവരൊക്കെ എടുത്ത് പുറലോകം കാണിക്കുന്ന ഫോട്ടോകളുണ്ടല്ലോ, അതെല്ലാം ഈ രീതിയിലുള്ളതായിരിക്കണം. എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന, വിലപിച്ചിരിക്കുന്ന, കരഞ്ഞിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന
ഫോട്ടോകൾ. എന്നാലേ ലോകത്തിന് ഗാസക്കാരോട് സഹതാപം ഉണ്ടാകും. അങ്ങനെ സഹതാപം ഉണ്ടായാലേ ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് ദുബായിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഫാമിലിയായി എല്ലാ ആഡംബരത്തോടും കൂടി ജീവിക്കാൻ വേണ്ട കോടിക്കണക്കിന് ഡോളർ, അതിൻ്റെ ആ ഡോളറിൻ്റെ ഫണ്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ വാട്ടർ തീം പാർക്കിൽ അടിച്ചു പൊളിച്ച് സന്തോഷിക്കുന്ന ഗാസക്കാരുടെ ഫോട്ടോകൾ പുറം ലോകത്തെത്തിയാൽ പിന്നെ സേവ് ഗാസയ്ക്ക് ഉദ്ദേശിച്ച ഫലമൊന്നും ഉണ്ടാവില്ല. കാരണം ഗാസക്കാർ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു, ഉല്ലാസത്തോടുകൂടി ജീവിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഉള്ള ആ സഹതാപമൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഹമാസ് ഈ വാട്ടർ തീം പാർക്ക് അടച്ചു പൂട്ടിച്ചതും പിന്നെ അതിനുശേഷം കത്തിച്ച് കളഞ്ഞതും. ഗാസയിലെ മുസ്ലിങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗമായ ഷിയാക്കൾ പറയുന്നത് ഹമാസ് അവരെ ഉപദ്രവിക്കുന്നുണ്ടെന്നാണ്. ഈ സുന്നി മുസ്ലിങ്ങൾ ഷിയാക്കളെ ഉപദ്രവിക്കുന്നത് അസാധാരണ സംഭവമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അതൊരു വാർത്തയേ അല്ല. എന്നാൽ പലസ്തീനികളെല്ലാം വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ളവരാണ് എന്ന് മിസ്റ്റർ PJ വിൻസെൻ്റ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യം ഞാനിവിടെ പറഞ്ഞത്. വളരെ ഉയർന്നതൊന്നും വേണ്ട, ഉയർന്നതും വേണ്ട, സാധാരണഗതിയിലുള്ള ജനാധിപത്യ ബോധമുണ്ടല്ലോ, ആ ജനാധിപത്യ ബോധമുള്ളവർ പോലും അയൽവക്കത്ത് താമസിക്കുന്നവൻ്റെ മതം എന്താണെന്ന് അന്വേഷിക്കാൻ പോവുകയില്ല, മതത്തിൻ്റെ പേരിൽ അവനെ ഉപദ്രവിക്കാനും പോവുകയില്ല. വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ളത് കൊണ്ടായിരിക്കണം പലസ്തീനികൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഊഹിക്കുകയേ നമുക്ക് നിർവാഹമുള്ളൂ. ഷിയാക്കളുടെ കാര്യവും പോട്ടെ, പാവം അറഫാത്തിൻ്റെ പഞ്ചപാവങ്ങളായ ഫത്ത ഭീകരന്മാർക്ക് വരെ ഇപ്പോൾ ഗാസയിൽ ജീവിക്കാൻ പറ്റാതായി. 2006-2007 കാലത്ത് ഫത്തയും ഹമാസും ഒക്കെ കട്ടയ്ക്ക് നിന്നവരാണ്. പക്ഷേ 2008 ആയപ്പോഴേക്കും ഹമാസ് കൂടുതൽ ശക്തമായി, ഫത്ത കൂടുതൽ ദുർബലമാവുകയും ചെയ്തു. പിന്നെ ഈ ഫത്ത ഭീകരന്മാരെ ഹമാസ് ഉന്മൂലനം ചെയ്യാൻ തുടങ്ങി. 2008 ഹമാസ് ഭീകരന്മാർ കൊല്ലാൻ വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പാവം ഫത്ത ഭീകരന്മാർ ഗാസയിൽ നിന്ന് ഓടി അയൽ രാജ്യത്ത് അഭയം തേടി. ക്രൂരന്മാരിൽ ക്രൂരന്മാരായ ആ അയൽ രാജ്യത്തെ പട്ടാളക്കാർ എന്താണ് ചെയ്തതെന്നറിയോ? അവർ ഹമാസിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ രാജ്യത്തേക്ക് ഓടിക്കയറി വന്ന 180ഓളം വരുന്ന ഫത്ത ഭീകരന്മാരിൽ പരിക്ക് പറ്റിയ എല്ലാത്തിനെയും ആശുപത്രിയിലാക്കി അവരുടെ ജീവൻ രക്ഷിച്ചു. ആ അയൽ രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേൽ ഗവൺമെൻറ്റിനും ഇസ്രായേൽ പട്ടാളക്കാർക്കും അറിയാം, ഈ പരിക്ക് പറ്റിയ ഫത്ത ഭീകരന്മാരെ ആശുപത്രിയിലാക്കി ഇസ്രായേൽ ജനങ്ങളുടെ നികുതി പണം ചെലവഴിച്ച് ജീവൻ രക്ഷിച്ചു വിട്ടാൽ അവർ നാളെ അതേ ഇസ്രായേൽ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി മിസൈൽ വിടുകയോ അല്ലെങ്കിൽ മനുഷ്യബോംബായി വരികയോ ചെയ്യുമെന്നുള്ള കാര്യം. അതറിയാത്ത മണ്ടന്മാരൊന്നും അല്ല ഇസ്രായേലികൾ. എന്നിട്ടും ഇസ്രായേലികൾ ഫത്ത ഭീകരന്മാരുടെ ജീവൻ രക്ഷിച്ചു ഹമാസിൻ്റെ കയ്യിൽ നിന്ന്. അതിൻ്റെ കാരണം മനുഷ്യജീവൻ അവർ കൊടുക്കുന്ന മൂല്യം അത്ര ഉന്നതമായതുകൊണ്ടാണ്. അവരുടെ കൈവശമിരിക്കുന്ന തോറ അവരെ ആ വിധം പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിക്കാൻ കൊടുക്കുക എന്നാണ് തോറയിൽ അവൻ്റെ ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നത്. ആ ഉന്നതമായ ധാർമ്മിക മൂല്യം മനസ്സിലാക്കാൻ ഒരു ഇസ്ലാമിക വിശ്വാസിക്ക് ഒരു കാലത്ത് സാധിക്കുകയില്ല. ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു വന്നാൽ മാത്രമേ അവനത് മനസ്സിലാവുകയുള്ളൂ. ഇസ്രായേൽ ഒരു യഹൂദ രാഷ്ട്രമാണെങ്കിലും അവിടെ യഹൂദന്മാരല്ലാത്ത മറ്റാളുകളും താമസിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവരുടെ വളർച്ച അഭൂതപൂർവമായതാണ് എന്ന് നാം കഴിഞ്ഞ വീഡിയോയിൽ കാണുകയുണ്ടായി. ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 16 ഇരട്ടിയോളമുള്ള വർധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. വളരെയധികം പലസ്തീനികൾ ഇസ്രായേൽ പൗരത്വം നേടിയിട്ടും നേടാതെയും ഇസ്രായേലിൽ താമസിക്കുന്നുണ്ട്. ഇസ്രായേലിനകത്ത് താമസിക്കുന്ന പലസ്തീനികളാണ് പലപ്പോഴും ഇസ്രായേലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ടും ആ പലസ്തീനികളെ ഒന്നും ഇസ്രായേൽ അവിടെ നിന്ന് അടിച്ചോടിച്ചിട്ടില്ല, അവിടെ തന്നെ അവരെ താമസിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതുപോലെ ഗാസയിൽ ഇസ്രായേലികൾക്ക് താമസിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, താമസിക്കാൻ സമ്മതിക്കുകയില്ല. 2010 ജൂലൈ 28 ഈജിപ്ഷ്യൻ മാധ്യമങ്ങളോട് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞത് ഒരൊറ്റ ഇസ്രായേലിനെ പോലും ഞങ്ങളുടെ കൂടെ താമസിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരൊറ്റ യഹൂദനെ പലസ്തീനിൽ താമസിക്കാൻ അനുവദിക്കുകയില്ല എന്നല്ല, ഒരൊറ്റ ഇസ്രായേലിനെ പോലും പലസ്തീനിൽ താമസിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞത്. വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ഒരു ഇസ്രായേലിയൻ എന്ന് പറഞ്ഞാൽ അത് യഹൂദൻ മാത്രമല്ല, നൂറ്റാണ്ടുകളായി അവിടെ അധിവസിച്ചു വരുന്ന ബദൂവിയൻ അറബികളും ദ്രൂസുകളും ക്രിസ്ത്യാനികളും പിന്നെ ബദൂവിയൻ അല്ലാത്ത അറബി മുസ്ലിങ്ങൾ, അവിടെ തന്നെയുള്ള അറബി മുസ്ലിങ്ങൾ, ഈ പലസ്തീനികളെന്ന് പറഞ്ഞ് നടക്കുന്ന പുറമേ നിന്ന് കയറി വന്ന അധിനിവേശം നടത്തി വന്ന ടീമുകളെ ഞാൻ അല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ തന്നെ ഉള്ള അറബി മുസ്ലിങ്ങളും ഉണ്ട്. പിന്നെ ഇസ്രായേൽ പൗരത്വത്തിന് അപേക്ഷിച്ച് ഇസ്രായേൽ പൗരത്വം ലഭിച്ചിരിക്കുന്ന പലസ്തീനികളൊക്കെ ഇസ്രായേൽ പൗരന്മാരായിട്ടുണ്ട്. അവരെയാണ് തങ്ങളുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞത്.
2010 മാത്രമല്ല, പിന്നീടും പലവട്ടം അങ്ങേര് ഇതേ കാര്യം ആവർത്തിച്ച് പറയുകയുണ്ടായി. 2013 ഈജിപ്ത് സന്ദർശിച്ചപ്പോൾ അയാൾ ഇത് തന്നെ പറഞ്ഞു. നൂറ്റാണ്ടുകളായി അവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളിൽപ്പെട്ടവർക്ക് ഇസ്രായേൽ പൗരത്വം കിട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പലസ്തീനിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് മഹ്മൂദ് അബ്ബാസ് പറയുന്നത്. ഇതിൽ PJ വിൻസെൻ്റ് അടക്കമുള്ള ആർക്കും യാതൊരു പ്രശ്നവുമില്ല. ഈ പ്രസ്താവനയിൽ ഒരു വിവേചനവും ഇവർക്കാർക്കും കാണാൻ പറ്റുന്നുമില്ല. ഇതിൽ വേറൊരു രസം കൂടി ഉണ്ട് കേട്ടോ. ഈ ഗാസയിലെ ഭരണാധികാരിയായ ഇസ്മായിൽ ഹനിയ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ അടുത്ത് ഇസ്രായേൽ ഹമാസ് സംഘർഷമുണ്ടായപ്പോൾ ഗാസയിലുള്ള ജനങ്ങളെ ഇസ്രായേലിൻ്റെ തോക്കിൻ മുനയിലേക്ക് ഇട്ടുകൊടുത്ത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഖത്തറിലേക്ക് പലായനം ചെയ്ത ആ ഭീരു, അയാളുടെ 3 സഹോദരിമാരും അവരുടെ കുടുംബവും ഇന്നും താമസിക്കുന്നത് ഇസ്രായേലിലാണ്. അഭയാർത്ഥികളായിട്ടൊന്നുമല്ല, ഫുൾ സിറ്റിസൺഷിപ്പ് ഉണ്ട് അവർക്ക്. ഇസ്രായേൽ അവർക്ക് പൗരത്വം നൽകുകയും ആ പൗരത്വത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവരവിടെ ആസ്വദിക്കുകയും ചെയ്യുന്നു. പക്ഷെ പലസ്തീൻ നേതാക്കന്മാർ പറയുന്നത് ഒരൊറ്റ ഇസ്രായേലിയെ പോലെയും പലസ്തീനിൽ ഞങ്ങൾ താമസിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ്. ഞങ്ങളോടുകൂടെ പലസ്തീനിൽ അവരെ ആരെയും താമസിക്കാൻ സമ്മതിക്കുകയില്ല എന്ന്. വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ളത് കൊണ്ടായിരിക്കും അവരിങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. അല്ലാതെ വേറെ എന്ത് ചിന്തിക്കാനാണ്? ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടത്തിനെതിരെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടുത്തെ പൗരന്മാർക്കുണ്ടായിരിക്കും. ഭരണകൂടത്തിനെതിരെ പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരിക്കും. ഇസ്രായേലിൽ ഇതുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു, സിയോണിസത്തെ അതിശക്തമായി എതിർക്കുന്ന അൾട്രാ ഓർത്തഡോക്സ് യഹൂദന്മാർ പലസ്തീനികൾക്ക് വേണ്ടി ജയ് വിളിച്ച് പലസ്തീൻ പതാക കയ്യിൽ പിടിച്ച് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്ന കാര്യം. ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതാക്കണം, എന്നിട്ടത് പലസ്തീനികൾക്ക് കൊടുക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് വേറെ വിധത്തിലൊന്ന് വിശദീകരിച്ചു തരാം. നമ്മുടെ ഇന്ത്യ വിഭജിച്ചിട്ടുണ്ടായ രാജ്യമാണല്ലോ പാകിസ്ഥാൻ. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ ഇന്ത്യക്കെതിരായും പാകിസ്ഥാൻ അനുകൂലമായും പാകിസ്ഥാൻ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്തുകയാണെന്ന് വെച്ചോ. അതിവിടെ കേരളത്തിലല്ല, രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ. ആ പ്രകടനത്തിൽ അവർ പറയുകയാണ്, ഈ ഇന്ത്യൻ സർക്കാർ ഇത് പിരിച്ചുവിടണം, എന്നിട്ട് ഇവിടെ പാകിസ്ഥാനികൾക്ക് ഭരണം കൊടുക്കണം, പാകിസ്ഥാൻ, ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ചേർന്ന ഈ ഭൂപ്രദേശം പാകിസ്ഥാനികൾ ഭരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രകടനം അവിടെ നടത്തിയാൽ അവരെ എന്തായിരിക്കും നമ്മുടെ ഭരണകൂടം ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാകും. അവർ പിന്നെ പുറലോകം കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെ ജയിലിലിടും, മരണം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. രാഷ്ട്രത്തെ സംബന്ധിച്ച് അത്ര ഗുരുതരമായ കുറ്റമാണത്. അൾട്രാ ഓർത്തഡോക്സ് യഹൂദന്മാർ ഇസ്രായേലിൽ ചെയ്യുന്നത് ഇതേ ഗുരുതരമായ കുറ്റമാണ്. എന്നിട്ടും ഇസ്രായേൽ ഗവൺമെൻറ് അവരെ ഒന്നും ചെയ്യുന്നില്ല. പ്രതിഷേധിക്കാനുള്ള അവരുടെ അവകാശത്തെയും അവരുടെ മനസ്സിലുള്ളത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഇസ്രായേൽ ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അതാണ് ജനാധിപത്യ മൂല്യങ്ങളെന്ന് പറയുന്നത്. ഉയർന്ന ജനാധിപത്യ ബോധം എന്നൊക്കെ പറയുന്നത് അതാണ്. എന്നാൽ പലസ്തീനിൽ ഭരിക്കുന്നവർക്കെതിരെ മിണ്ടിയാൽ അവർ അവനെ വെടിവെച്ചു കൊല്ലും. മുമ്പൊരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞതാണ്. ലോകപ്രശസ്ത മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇൻ്റർനാഷണലിനെ ഉദ്ധരിച്ചുകൊണ്ട് 2015 മെയ് 27 BBC പുറത്തുവിട്ട റിപ്പോർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഹമാസ് പലസ്തീനികളെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറയുന്നത്. പിന്നെ നമ്മളിനി ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ കാണുന്നത് എന്താണ്? വെസ്റ്റ് ബാങ്കിൽ ഭരണം നടത്തുന്ന ഫത്താഹ് ആധിപത്യമുള്ള പലസ്തീൻ അതോറിറ്റിയും ഗാസയിൽ ഭരണം നടത്തുന്ന ഹമാസും ഭരണാധികാരികളെ സമാധാനപരമായി വിമർശിച്ചതിന് പോലും അനിയന്ത്രിതമായ അറസ്റ്റുകൾ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും നടത്തിയിട്ടുണ്ട് എന്നാണ്. അധികാരികൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു കമൻ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ജേർണലിസ്റ്റുകൾ ഭരണാധികാരികളുടെ അഴിമതിയോ കൊള്ളരുതായ്മയോ ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്താലോ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ എന്തെങ്കിലും പ്രകടനങ്ങൾ നടത്തിയാലോ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി കരുതൽ തടങ്കലിൽ വയ്ക്കുകയാണ്. എന്നിട്ടും പ്രതിഷേധക്കാർ അടങ്ങിയില്ല എങ്കിൽ ഇവരെ പിന്നെ എന്നേക്കുമായി നിശബ്ദമാക്കാനുള്ള ഒരു വഴിയും ഈ പലസ്തീൻ ഭരണാധികാരികളുടെ കൈവശമുണ്ട്. ഇവർ ഇസ്രായേലിൻ്റെ ചാരന്മാരാണെന്ന് മുദ്രകുത്തി പരസ്യമായി അവരെ വെടിവെച്ച് കൊന്നുകളയുക എന്നുള്ളതാണ്. നമ്മൾ ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് പോലെയുള്ള ഒരു സാധാരണ സംഗതിയാണ് ഹമാസ് സ്വന്തം പൗരന്മാരെ ഇസ്രായേലി ചാരന്മാർ എന്ന് മുദ്രകുത്തി വെടിവെച്ച് കൊല്ലുന്നത്. സർവ്വസാധാരണമായ ഒരു സംഗതി. ഈ ഹമാസ് ഒരിക്കൽ 23 പലസ്തീനികളെ ചാരന്മാരെന്ന് മുദ്രകുത്തി ഒറ്റയടിക്ക് വെടിവെച്ച് കൊല്ലുകയുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് 18 പലസ്തീനികളെ ഒരു വെള്ളിയാഴ്ച ദിവസം ജുമുഅ കഴിഞ്ഞതിന് ശേഷം ചാരന്മാരെന്ന് പറഞ്ഞ് ഹമാസ് ഭീകരർ പരസ്യമായി വെടിവെച്ച് കൊല്ലുകയുണ്ടായി. പിന്നെയും പലവട്ടം ഭരണകൂടത്തിൻ്റെ കണ്ണിലെ കരടുകളായ ധാരാളം പലസ്തീനികൾ ചാരന്മാർ എന്ന മുദ്രയേറ്റുകൊണ്ട് കൊല്ലപ്പെടുകയുണ്ടായിട്ടുണ്ട്. വെടിയേറ്റ് കൊല്ലപ്പെട്ടവരൊക്കെ സത്യം പറഞ്ഞാൽ ഭാഗ്യവാന്മാരാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞിരുന്നു. കാരണം വെടിവെച്ച് കൊന്നു കളയുന്നതൊക്കെ കൊല്ലപ്പെടുന്നവരോട് ഹമാസ് കാണിക്കുന്ന ദയയാണ്. വേറെ മാർഗ്ഗങ്ങളിൽ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പരിപാടി ഹമാസിനുണ്ട്. കൊന്നു കഴിഞ്ഞതിന് ശേഷം ആ ശവശരീരത്തെ അവർ അപമാനിക്കുകയും ചെയ്യും.
ഒരാളെ ചാരനെന്ന് മുദ്രകുത്തി ഹമാസോ അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റിയോ കൊല്ലുമ്പോൾ കൊല്ലപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം അത് തീർന്നു. അയാളെ സംബന്ധിച്ച് ഇനി ഭൂമിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ അയാളുടെ കുടുംബക്കാരും ബന്ധുക്കാരും ഒക്കെ ഉണ്ടല്ലോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന, അവർ മരണം വരെ എല്ലാ അപമാനവും സഹിച്ച് മരിച്ച് ജീവിക്കേണ്ടി വരും. ധാരാളം പേർ ഇന്ന് അങ്ങനെ പലസ്തീനിൽ ജീവിക്കുന്നുണ്ട്, അപമാനിതരായിട്ട് പലസ്തീനികൾ. 1967 6 ദിവസ യുദ്ധത്തിൽ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേലിൻ്റെ കൈവശം എത്തിയതാണ് ഗാസ. പിന്നീട് 2005 വരെ ഗാസ ഇസ്രായേലിൻ്റെ കയ്യിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ലാൻഡ് ഫോർ പീസ്, അതായത് സമാധാനത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ വിട്ടുകൊടുത്തതാണ് ഈ ഗാസയെ. 2006 ഹമാസ് അവിടെ ഭരണം ആരംഭിച്ചു. 1 കൊല്ലമായപ്പോഴേക്കും ഗാസക്കാർക്ക് മനസ്സിലായി ഇസ്രായേലാണ് വളരെ ഭേദം എന്നുള്ള കാര്യം. ചരിത്രകാരനും മിഡിൽ ഈസ്റ്റ് ഫോറത്തിൻ്റെ പ്രസിഡൻറ്റുമായ ഡാനിയൽ പൈപ്സിൻ്റെ നത്തിങ് അബൈഡ്സ് പെർസ്പെക്റ്റീവ്സ് ഓൺ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഇസ്ലാം എന്നൊരു പുസ്തകമുണ്ട്. ധാരാളം റെഫറൻസുകൾ ഡാനിയൽ പൈപ്സ് ആ പുസ്തകത്തിൽ നൽകുന്നുണ്ട്. PJ വിൻസെൻറ്റും സജി മർക്കോസും കഥ പറഞ്ഞു പോകുന്നത് പോലെ എഴുതപ്പെട്ട ഒരു പുസ്തകമല്ല അത്, ആധികാരികമായ ഒന്നാണ്. ലോകത്തിലെ പല പത്രങ്ങളിലും വന്ന വാർത്തകൾ, പാശ്ചാത്യ ലോകത്തിലെ പല പത്രങ്ങളും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും മറ്റും വന്ന് നടത്തിയ അഭിപ്രായ സർവേകൾ, അഭിമുഖങ്ങളൊക്കെ അദ്ദേഹം ആ പുസ്തകത്തിൽ റെഫറൻസ് സഹിതം കോട്ട് ചെയ്യുന്നുണ്ട്. ആ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് ദി ഹെൽ ഓഫ് ഇസ്രായേൽ ഈസ് ബെറ്റർ ദാൻ ദ പാരഡൈസ് ഓഫ് അറഫാത്ത് എന്നാണ്. ഇസ്രായേലിൻ്റെ നരകം അറഫാത്തിൻ്റെ സ്വർഗത്തേക്കാൾ മെച്ചമാണെന്ന്. അത് ഡാനിയൽ പൈപ്സ് വെറുതെ ഇട്ട ഒരു പേരല്ല. 2000 ജൂലൈ 25 ദി വാഷിങ്ടൺ പോസ്റ്റിൽ വന്ന ഒരു അഭിമുഖത്തിൽ കിഴക്കൻ ജെറുസലേമിലെ ഒരു പലസ്തീനി പറഞ്ഞ വാചകമാണ് അദ്ദേഹം ആ അധ്യായത്തിന് തലക്കെട്ടായി കൊടുത്തത്. ഇസ്രായേലിൻ്റെ കീഴിലാണെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് മനസ്സിലുള്ള കാര്യം ആരെയും പേടിക്കാതെ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും കിട്ടുമല്ലോ എന്നാണ് പലസ്തീനികൾ പറയുന്നത്. ഇതിനെല്ലാം ഡാനിയൽ പൈപ്സ് കൃത്യമായ റെഫറൻസുകളൊക്കെ നൽകുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് റെഫറൻസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പല പത്രങ്ങളിൽ വന്ന വാർത്തകൾ, അഭിപ്രായ സർവേകളൊക്കെയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചിലത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാം. ഒരു രഹസ്യ വോട്ടെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ ഭൂരിപക്ഷം ജെറുസലേം അറബികളും ഇസ്രായേലിൽ തുടരാൻ ആഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് പലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് താമസിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ പറഞ്ഞത് എന്ന് 2001 ജനുവരി 28 ദി ഡെയിലി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലെ ID കാർഡ് തങ്ങൾക്കുള്ളതിൽ അവർ സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് ഈ പലസ്തീനികൾ. പലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് താമസിക്കുന്ന പലസ്തീനികൾ ആരെങ്കിലും ഇസ്രായേൽ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കുമെന്നാണ് കിഴക്കൻ ജെറുസലേമിൽ PLOയുടെ ഇൻചാർജ് ആയിരുന്ന ഫൈസൽ അൽ ഹുസൈനി മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ ഈ മുന്നറിയിപ്പ് കൊണ്ടും കാര്യമൊന്നും ഉണ്ടായില്ല, ഈ ഭീഷണി കൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. ആളുകൾ പിന്നെയും അവിടെയുള്ള പലസ്തീനികൾ പിന്നെയും ഇസ്രായേൽ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ PLO സ്വരം ഘടിപ്പിച്ചു. ഹുസൈനി പിന്നെ പറഞ്ഞ എന്താണെന്നറിയാമോ? ജെറുസലേം അറബികൾ ആരെങ്കിലും ഇസ്രായേൽ പൗരത്വം എടുത്താൽ അയാളുടെ വീടും സ്വത്തും കണ്ടുകെട്ടുമെന്നാണ് ഈ ഫൈസൽ അൽ ഹുസൈനി പറഞ്ഞത്. ഇത് പലസ്തീൻ അതോറിറ്റി റേഡിയോ ഉറപ്പിക്കുകയും ചെയ്തു. ആ റേഡിയോയിലൂടെ ടെലികാസ്റ്റ് ചെയ്ത സന്ദേശത്തിൽ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഇസ്രായേൽ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ച് ഇസ്രായേൽ പൗരത്വം ലഭിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ രാജ്യദ്രോഹികളായി അവരെ കണക്കാക്കണം, എന്നിട്ട് അവരെ പിന്തുടർന്ന് പിടിക്കും. അവർ ഇസ്രായേൽ പൗരത്വമൊക്കെ നേടി ഈ കിഴക്കൻ ജെറുസലേമിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് വേറെ എവിടേക്ക് പോയാലും ശരി അവരെ പിന്തുടർന്ന് പിടിക്കുമെന്നാണ് പലസ്തീൻ അതോറിറ്റി റേഡിയോ പറഞ്ഞതെന്ന് 2000 ആഗസ്റ്റ് 17 റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യഹൂദന്മാർ പലസ്തീനികളെക്കാൾ മനുഷ്യത്വമുള്ളവരാണ് എന്ന് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരത് പറയുന്നുമുണ്ട്. ഗാസയും വടക്കൻ ശമരിയയും, അതായത് ഗലീലി പ്രദേശങ്ങൾ, ഇതൊക്കെ പലസ്തീൻ അതോറിറ്റിക്ക് വിട്ടുകൊടുക്കാൻ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോൺ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ശക്തവും കഠിനവുമായ എതിർപ്പുകൾ ഉന്നയിച്ചത് അവിടെയുള്ള പലസ്തീൻ അറബികൾ തന്നെയായിരുന്നു. യാസർ അറഫാത്ത് ഏകാധിപത്യ ഭരണമാണ് നടത്തുന്നതെന്നും ജനാധിപത്യം ഒട്ടുമില്ലെന്നും 2003 ഏജൻസ് ഫ്രാൻസ് പ്രസ് നടത്തിയ അഭിപ്രായ സർവേയിൽ മുഹമ്മദ് മഹ്ജന എന്ന 25-കാരനായ ഒരു പലസ്തീൻ യുവാവ് പറഞ്ഞതായി ഏജൻസ് ഫ്രാൻസ് പ്രസ് 2003 ഫെബ്രുവരി 3 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരാൾ പറഞ്ഞത്, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും പറയാം, ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം, ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കാത്ത എന്ത് കാര്യവും പറയാം, ഇഷ്ടമുള്ള എന്തും പറയാം, എന്തും ചെയ്യാം. എന്നാൽ അവിടെ, അതായത് പലസ്തീനെയാണ് ഉദ്ദേശിക്കുന്നത്, എന്നാൽ അവിടെ നിങ്ങൾ അറഫാത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് മർദ്ദിക്കും. കാരണം ഇവർക്കറിയാം, ഇവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ പലസ്തീനിൽ താമസിക്കുന്നുണ്ടല്ലോ, വെസ്റ്റ് ബാങ്കിലും ഗാസയിലൊക്കെ താമസിക്കുന്നുണ്ടല്ലോ, അവർക്കറിയാം എന്താണ് അവിടെ നടക്കുന്നതെന്ന്.
വേറൊരാൾ പറഞ്ഞത് പാർലമെൻറ്റോ ജനാധിപത്യമോ മാന്യമായ സർവകലാശാലകളോ പോലുമില്ലാത്തൊരു സ്റ്റേറ്റിൽ ഞങ്ങൾ ചേരണമെന്നാണ് മിസ്റ്റർ ഷാരോൺ ആഗ്രഹിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഞങ്ങൾക്ക് അടുത്ത കുടുംബ ബന്ധങ്ങളുണ്ട്, പക്ഷേ ഇസ്രായേലിനുള്ളിൽ ഞങ്ങളുടെ മുഴുവൻ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ 2004 ഫെബ്രുവരി 17 ദി വാഷിങ്ടൺ ടൈംസിൽ വന്നതാണ്. അതാണ് ഡാനിയൽ പൈപ്സ് കോട്ട് ചെയ്യുന്നത്. ഇനിയും കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒന്നും ഡാനിയൽ പൈപ്സിൻ്റെ വാക്കുകളല്ല, ഏതെങ്കിലും ഒരു പത്രത്തിൽ മാത്രം വന്ന വാർത്തകളുമല്ല അദ്ദേഹം എടുത്തിരിക്കുന്നത്. ബ്രിട്ടൻ, ഡച്ച്, ജർമ്മൻ, ഫ്രഞ്ച്, ഇസ്രായേലി, അമേരിക്കൻ, അറബ്, ഈജിപ്ത്, ലെബനോൺ, സിറിയ തുടങ്ങി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പത്രങ്ങളിൽ വന്ന വാർത്തകൾ, പ്രധാനമായിട്ടും അതിനോട് ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ വന്ന വാർത്തകൾ, അറബ് ന്യൂസ് അങ്ങനെയുള്ളത്. പിന്നെ ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പല ഭൂഖണ്ഡങ്ങളിലുള്ള ലോകത്തറിയപ്പെടുന്ന പത്രക്കാരൊക്കെ അവിടെ വന്ന് സർവേ നടത്തുകയോ അഭിപ്രായ സർവേ നടത്തുകയോ അല്ലെങ്കിൽ അഭിമുഖങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ അവരവിടെ കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഈ 3-ാം അധ്യായത്തിൽ ഡാനിയൽ പൈപ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ ഹെൽ ഓഫ് ഇസ്രായേൽ ഈസ് ബെറ്റർ ദാൻ ദ പാരഡൈസ് ഓഫ് അർഫാത്ത് എന്ന കാര്യം കേവലം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് യാസർ അർഫാത്തിൻ്റെ പലസ്തീൻ അതോറിറ്റിയുടെ ഭരണത്തിൻ്റെ കീഴിൽ വീർപ്പുമുട്ടിയ പലസ്തീൻ ജനതയുടെ ഗാസയെന്നോ വെസ്റ്റ് ബാങ്കെന്നോ ഈസ്റ്റ് ജെറുസലേം എന്നോ വ്യത്യാസമില്ലാതെ പലസ്തീൻ അതോറിറ്റിയുടെ ഭരണം എത്രത്തോളം പ്രദേശങ്ങളിലേക്ക് നീണ്ടു കിടന്നിരുന്നോ അത്രത്തോളം പ്രദേശങ്ങളിൽ ജീവിച്ച പലസ്തീൻ ജനതയുടെ ഇടയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ ആ ജനത പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിൻ്റെ നരകം അറഫാത്തിൻ്റെ സ്വർഗത്തേക്കാൾ മെച്ചമാണ് എന്ന് ഡാനിയൽ പൈപ്സ് തെളിയിച്ചിരിക്കുന്നത്. PLOയ്ക്കും ഹമാസിനുമൊക്കെ പലസ്തീൻ ജനത എന്ന് പറയുന്നത് വെറും കറവപ്പശു മാത്രമാണ്. യാസർ അറഫാത്ത് ആയാലും മഹമ്മൂദ് അബ്ബാസ് ആയാലും അല്ലെങ്കിൽ ഇസ്മായിൽ ഹനിയ ആയാലും ആ മനോഭാവത്തിന് വ്യത്യാസമൊന്നുമില്ല. പലസ്തീനിൽ ജനാധിപത്യം കൊണ്ടുവരണമെന്നോ അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണമെന്നോ ഉള്ള യാതൊരു ചിന്തയും ഇവർക്ക് ആർക്കുമില്ല. യഹൂദൻ്റെ സർവനാശത്തിൽ കുറഞ്ഞ യാതൊന്നും പലസ്തീൻ നേതാക്കന്മാരോ ലോക മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമോ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ സാധാരണ പലസ്തീനികൾ എങ്ങനെ ജീവിച്ചാലും അവർക്ക് എന്ത് സംഭവിച്ചാലും ഇവർക്ക് ആർക്കും യാതൊരു കുഴപ്പവുമില്ല. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി കുറേ വെബ്സൈറ്റുകൾ പരിശോധിക്കുകയുണ്ടായി. ഹമാസും പിന്നെ PIയും പലസ്തീൻ അതോറിറ്റിയും ഒക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ഭയങ്കരമായ ക്രൂരതകൾ സ്വന്തം ജനതയോട് അവർ ചെയ്യുന്നുണ്ട്, സ്വന്തം ജനതയോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഇനി പലസ്തീൻ എന്ന് പറഞ്ഞ് വേറെ വല്ല രാജ്യവുമുണ്ടോ? അവിടെ എങ്ങാനും പോയാണോ ഈ വിൻസെൻറ്റ് PhD റിസർച്ച് നടത്തിയെന്ന്? കാരണം പലസ്തീനിലെ അവസ്ഥ എന്താണ്, അവിടുത്തെ ആളുകളുടെ ജനാധിപത്യ ബോധം എങ്ങനെയുള്ളതാണ് എന്നൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഇവിടെ എന്തായാലും മിസ്റ്റർ വിൻസെൻ്റ് പറഞ്ഞതുപോലെ ഭരണാധികാരികൾക്കായാലും ജനങ്ങൾക്കായാലും വളരെ ഉയർന്ന ജനാധിപത്യം പോട്ടെ, കേവല ജനാധിപത്യ ബോധം പോലും ഇല്ല എന്ന കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ 3 ചാൻസേ ബാക്കിയുള്ളൂ. ഒന്ന്, പലസ്തീൻ എന്ന് പറയുന്ന വേറെ ഏതോ രാജ്യം കൂടി ലോകത്ത് ഉണ്ടായിരിക്കണം. ആ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ചായിരിക്കും മിസ്റ്റർ വിൻസെൻ്റ് പറഞ്ഞത്, വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള ജനത എന്നൊക്കെ പറഞ്ഞത്. അതല്ലെങ്കിൽ ജനാധിപത്യം എന്ന വാക്കിന് നമ്മൾ കൊടുക്കുന്ന നിർവചനമോ അർത്ഥമോ അല്ല മിസ്റ്റർ PJ വിൻസെൻ്റ് കൊടുക്കുന്നത്. ഇത് രണ്ടുമല്ലെങ്കിൽ, ഈ 2 സാധ്യതയല്ലെങ്കിൽ പിന്നെ 3-ാമത്തെ സാധ്യത എന്ന് പറയുന്നത് മിസ്റ്റർ PJ വിൻസെൻ്റ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നുണ പറയുകയാണ് എന്നുള്ളതാണ്. 3ാമത് പറഞ്ഞ കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ജനാധിപത്യം എന്നാൽ എന്താണെന്ന് അല്പമെങ്കിലും അറിയാവുന്ന ഒരാളും പലസ്തീനിൽ ജനാധിപത്യമുണ്ടെന്നോ പലസ്തീനികൾക്ക് ജനാധിപത്യ ബോധമുണ്ടെന്നോ പറയുകയില്ല. എന്നാൽ പലസ്തീനികളെ പുകഴ്ത്തി പറഞ്ഞാൽ, ഇസ്രായേലിനെ ഇകഴ്ത്തുകയും കൂടി ചെയ്താൽ കേരളത്തിൽ അക്കാദമിക് രംഗത്തുള്ള ഒരാൾക്ക് കരിയറിൽ ധാരാളം സാധ്യതകളുണ്ട്. UDF അധികാരത്തിൽ വന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും മുസ്ലിം ലീഗാണെന്ന് നമുക്കറിയാം. ഇസ്രായേലിനെ ഇകഴ്ത്തുകയും പലസ്തീനികളെ പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരാളെ മുസ്ലിം ലീഗ് എങ്ങനെയായിരിക്കും പരിഗണിക്കുക എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലോ? ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയും പലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾ ഇടതുപക്ഷത്തിനും സ്വീകാര്യനായിരിക്കും. കാരണം അവരുടെയും നയം അതുതന്നെയാണല്ലോ. ഫലത്തിൽ ഇസ്രായേലിനെതിരും പലസ്തീൻ അനുകൂലവുമായ നിലപാടെടുക്കുന്ന ഏതൊരാൾക്കും കേരളത്തിനകത്ത് കരിയറിൽ ഒരു പ്രശ്നവും നേരിടേണ്ടി വരികയില്ല. എന്നാൽ കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചരിത്ര തെളിവുകൾ വെച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ന്യായവും പലസ്തീനികളുടെ ഭാഗത്തുള്ള അന്യായവും കേരളത്തിലെ അക്കാദമിക് രംഗത്തുള്ള ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ അയാളുടെ ഗതി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ന്യായമായി ലഭിക്കേണ്ടുന്ന പ്രൊമോഷന് വേണ്ടി പോലും അയാൾ കോടതിയിലേക്ക് പോകേണ്ടി വരും. കോടതി ഉത്തരവ് അനുസരിച്ച് അയാൾക്ക് പ്രൊമോഷൻ പോലും കിട്ടാൻ സാധ്യതയുള്ളൂ. ആ വിധത്തിൽ അയാൾ അതിനകത്തിട്ട് ഞെരുക്കും.
അക്കാദമിക് രംഗത്തുള്ളവരുടെ കാര്യം പോട്ടെ, എൻ്റെ കാര്യം തന്നെ നോക്കാം. ഇസ്രായേൽ വിഷയത്തിലുള്ള വീഡിയോ പരമ്പര ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. പാസ്റ്ററാണെന്നും പറഞ്ഞ് നടക്കുന്ന ടീമുകൾ വരെ എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അനിൽകുമാർ അയ്യപ്പനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുവിശേഷകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അവരും എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റുകളും ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വിധത്തിലും മറുപടി അർഹിക്കുന്നതല്ലാത്തത് കൊണ്ട് ഞാനത് അവഗണിച്ച് വിടുകയാണ് ചെയ്തത്. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടാൽ ഇതുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം ഇത് കോടികൾ മറിയുന്ന ബിസിനസ്സാണ്. ഓരോ പ്രാവശ്യവും സേവ് ഗാസ എന്നും പറഞ്ഞിറങ്ങി സക്കാത്ത് പണമായും അല്ലാതെയും കോടികൾ പിരിച്ചെടുത്ത് പലസ്തീൻ നേതാക്കന്മാരുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നവർക്ക് സ്വാഭാവികമായും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം കമ്മീഷൻ കിട്ടാതിരിക്കില്ലല്ലോ. കൂടുതൽ കാശ് ഇവിടുന്ന് പിരിച്ചെടുത്ത് കൊടുത്താൽ കൂടുതൽ കമ്മീഷൻ കിട്ടും. ഞങ്ങളെപ്പോലുള്ളവർ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലെ സത്യാവസ്ഥ പൊതുസമൂഹത്തോട് പറയുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കളക്ഷൻ കുറയും. അങ്ങനെ വരുമ്പോൾ സേവ് ഗാസ എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുകളെ സംബന്ധിച്ച് വരുമാനത്തിൽ ഇടിവുണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ പലരെയും വിലക്കെടുക്കും. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന 12 പേരിൽ ഒരു യൂദാസ് ഉണ്ടായിരുന്നെങ്കിൽ 120-ൽ 10, 1200-ൽ 100 എന്ന തോതിൽ യൂദാസുമാരെ ഇന്നും കിട്ടും. അതിലിത്ര അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ വീഡിയോ പരമ്പര ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ കണക്കുകൂട്ടിയിരുന്നതാണ് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നടക്കുന്ന പലരും എനിക്കെതിരെ വീഡിയോകളുമായി വരുമെന്ന്. കാരണം എണ്ണപ്പണത്തിൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കാൻ കുറച്ച് പാടാണ്, അതുകൊണ്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ആത്യന്തികമായി ഞാനൊരു വട്ടപൂജ്യമാണെന്ന് എനിക്കറിയാം. ഞാനൊന്നുമല്ല. ദൈവം എനിക്ക് കൃപ തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. മറ്റുള്ള ആളുകളിൽ അധികം പേർക്കും അറിയാത്തൊരു കാര്യം ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ കൃത്യമായി അതിനു വേണ്ടുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ മറ്റ് തെളിവുകൾ ഏതെങ്കിലും വിധത്തിൽ ദൈവം എനിക്ക് ഗ്രഹിപ്പിച്ചു തരുമ്പോൾ, ഇത് അതിശയോക്തിയായിട്ട് ഞാൻ പറഞ്ഞതല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതായത് പലപ്പോഴും എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് അത്. ചില വിഷയങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റിനെ റിഫ്യൂട്ട് ചെയ്തുകൊണ്ടോ ആരെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുകയോ അല്ലെങ്കിൽ കമൻറ്റുകൾ ഇടുകയോ ചെയ്യുന്നു. അപ്പോൾ ഇതിനുള്ള മറുപടി കൃത്യമായിട്ട് വായിക്കുന്നവർക്ക് കൺവിൻസ് ആകുന്ന വിധത്തിലുള്ള മറുപടി എന്താണ് കൊടുക്കേണ്ടതെന്ന് ആലോചിച്ച് ഞാൻ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പുസ്തകം എടുക്കുന്നു, ഒരു ഹദീസ് എടുത്ത് നോക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുസ്തകം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, വെറുതെ ഒരു ലക്ഷ്യമൊന്നുമില്ല, വെറുതെ അങ്ങ് പേജ് തുറക്കുമ്പോൾ കൃത്യമായി എനിക്ക് വേണ്ടുന്ന സാധനം ആ പേജിലുണ്ടാവും. എത്രയോ പ്രാവശ്യം എനിക്കത് ഉണ്ടായിട്ടുണ്ട്, ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുന്നതിൽ എനിക്ക് വേണ്ടുന്ന ആ പോയിൻ്റ് ഉണ്ടായിരിക്കും, ആ കൃത്യമായ ഇൻഫോർമേഷൻ. അവരത് പറയാൻ വേണ്ടി വിളിക്കുന്നതല്ല, വേറെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പക്ഷേ എനിക്ക് അതിന് വേണ്ടുന്ന ഇൻഫോർമേഷൻ എനിക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് വേറെ ഏതെങ്കിലും കൂട്ടുകാരുടെ വീടുകളിലേക്കാനും പോവുകയാണെങ്കിൽ, ഞങ്ങളുടെ വിശ്വാസികളായിരിക്കുന്ന സഹോദരന്മാരുടെ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് വെറുതെ അവിടെയുള്ള ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ മറിക്കുന്ന സമയത്ത് തന്നെ കാണാം കൃത്യമായിട്ട് എനിക്ക് വേണ്ടുന്ന ആ കാര്യം ആ പേജിലിരിക്കുന്നത്. ഒന്നുകിൽ ആ പുസ്തകം ഞാൻ എടുത്തിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വരും. അപ്പോൾ ഇങ്ങനെ പലവട്ടം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കൃത്യമായിട്ടത് കിട്ടും, ഒരു പ്രയാസമില്ലാതെ കൃത്യമായിട്ട് എനിക്ക് വേണ്ടുന്ന സാധനം കിട്ടും. അപ്പോൾ ഇത് പലവട്ടം ആയി കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി, ദൈവം എന്നോട് ഭയങ്കരമായ കൃപ കാണിക്കുന്നു. ഞാൻ പലരും വിചാരിച്ചിരിക്കുന്നത് ഞാനിതൊക്കെ വായിച്ച് മനസ്സിലാക്കിയാണെന്ന്. പലതും അങ്ങനെയല്ല, വായിച്ചിട്ടുണ്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ പലതുമൊക്കെ കൃത്യസമയത്ത് കൃത്യമായ വിധത്തിൽ ദൈവം എനിക്കത് തന്നിട്ടുള്ളതാണ്, അതെൻ്റെ അനുഭവമാണ്. അപ്പോൾ ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ദൈവം ഇങ്ങനെ ചില കാര്യങ്ങൾ എനിക്ക് ഗ്രഹിപ്പിച്ചു തരുമ്പോൾ ഞാൻ അറിഞ്ഞ സത്യം അതറിയാത്ത മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് ദൈവത്തോടുള്ള ഒരു വിശ്വസ്തതയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ അത് പറയാതെ മിണ്ടാതിരിക്കാം, എതിർപ്പുകൾ വരുമോ ഭീഷണി വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചൊക്കെ മിണ്ടാതിരിക്കാം. ഞാൻ മിണ്ടാതിരുന്നത് കൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. കാരണം ദൈവത്തിന് ഈ കാര്യം പറയിപ്പിക്കാൻ അനിൽകുമാർ അയ്യപ്പൻ തന്നെ വേണമെന്നില്ല. ഞാൻ അവിശ്വസ്തത കാണിച്ച് മിണ്ടാതിരുന്നാൽ ദൈവം എന്നെ മാറ്റിയിട്ട് പകരം വേറെ ആളെ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് ഇത് പറയിപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ നഷ്ടം എനിക്ക് തന്നെയാണ്, ദൈവത്തിനൊരു നഷ്ടം വരാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയില്ല. ദൈവത്തോട് വിശ്വസ്ത പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മിണ്ടാതിരുന്നാൽ നഷ്ടം എനിക്ക് തന്നെയാണ്. നഷ്ടം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ എന്തെങ്കിലും നഷ്ടത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ചിന്തിക്കാൻ വേണ്ട. അവിടെ ചെന്നിട്ടുള്ള കാര്യമാണ്, പരലോകത്തെ കാര്യമാണ്, സ്വർഗത്തിൽ ചെല്ലുമ്പോഴുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ നഷ്ടത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നടക്കുന്ന ആരൊക്കെ എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്താലും അതെല്ലാം ഞാൻ അവഗണിച്ചു വിടുമെന്നല്ലാതെ
ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അവസാനിപ്പിക്കുന്ന ഒരാളും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ മഹാഭാരതത്തിനകത്ത് സംശപ്തകന്മാരെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. മഹാഭാരത യുദ്ധത്തിലാണ് അവരെ കാണുന്നത്. കൗരവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തതാണ്. ഈ സംശപ്തകന്മാരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചാവേറുകളാണ്. മരിക്കാൻ വേണ്ടി തന്നെ യുദ്ധരംഗത്തേക്ക് വന്നിരിക്കുന്നതാണ്. യുദ്ധം ചെയ്ത് ജയിക്കുക എന്നുള്ളതല്ല, മരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവർ ഈ അഭിമന്യുവിനെ കൊല്ലുന്നതിന് ഒരു കാരണക്കാരായി വന്നത് ഇവരാണ്, സംശപ്തകന്മാരാണ്. കാരണം ഈ സംശപ്തകന്മാർ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, അർജുനനെ ഞങ്ങൾ വെല്ലുവിളിക്കാം. അർജുനനെ വെല്ലുവിളിച്ചിട്ട്, അപ്പോൾ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളി സ്വീകരിക്കാതിരിക്കുന്നത് ആണത്തമല്ല എന്നുള്ളത് കൊണ്ട്, യുദ്ധത്തിൽ അതൊരു പൗരുഷമല്ല എന്നുള്ളത് കൊണ്ട് വെല്ലുവിളി സ്വീകരിച്ചു വരും. അപ്പം ഞങ്ങൾ അർജുനനെ ഇതാക്കും, ഞങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ പ്രശ്നമില്ല, ഞങ്ങൾ പതുക്കെ മാറ്റി ഈ യുദ്ധത്തിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ അർജുനനെ മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഈ അഭിമന്യുവിൻ്റെ ആ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്ന് മാറ്റി കൊണ്ടുപോവുക. എന്നിട്ട് ചക്രവ്യൂഹം ചമച്ചിരിക്കുകയാണ്. ഇത് ചക്രവ്യൂഹത്തിനകത്ത് കയറാൻ അർജുനന് മാത്രമേ അറിയുള്ളൂ. പിന്നെ അറിയാവുന്ന ആൾ അഭിമന്യുവാണ്. പക്ഷേ അഭിമന്യുവിന് തിരിച്ചിറങ്ങാൻ അറിയില്ല. അപ്പോൾ അർജുനനെ ഞങ്ങൾ മാറ്റിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് അർജുനനെ വെല്ലുവിളിച്ച് എങ്ങനെ മാറ്റിക്കൊണ്ടു പോകുന്നതായിട്ട് വായിക്കുന്നുണ്ട്. അതായത് ഇവർ യുദ്ധത്തിൽ ജയിക്കാനൊന്നുമല്ല അവർ വന്നിരിക്കുന്നത്. അപ്പോഴത്തെ ആ ഉദ്ദേശത്തിൽ നിന്ന് എതിരാളിയുടെ ലക്ഷ്യം മാറ്റിയിട്ട് വേറെ അതിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് ഉദ്ദേശം. ഇതേ സംശപ്തകന്മാരുടെ റോളാണ് ഇവന്മാരൊക്കെ ചെയ്യുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം ഇതെല്ലാം വിശദമായിട്ടൊരു വീഡിയോ പരമ്പരയായിട്ട് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇവന്മാരൊക്കെ വന്ന് എൻ്റെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവർക്ക് മറുപടി പറയാൻ പോകുമെന്നാണ് ഇവരുടെ പുറകിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെ മറുപടി പറഞ്ഞ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരും എനിക്ക് തിരിച്ച് മറുപടി വീഡിയോ ഇടും. പിന്നെ അങ്ങനെ വീഡിയോ ആയിട്ട് അതങ്ങോട്ട് പോകും എന്നാണ് ഇവർ ചിന്തിച്ചത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾക്കില്ലാന്നാണോ നിങ്ങൾ വിചാരിച്ചേ? അതുകൊണ്ട് അവരെയൊക്കെ ഒഴിവാക്കി വിടുകയുള്ളൂ, അവഗണിച്ച് വിടുകയേ ഉള്ളൂ. മനുഷ്യരെ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ കാര്യവുമായിട്ട് രംഗത്തിറങ്ങിയത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ, ഇങ്ങനെ ചിന്തിക്കുന്നവരോട്. അതുകൊണ്ട് വ്യക്തിപരമായി ആരെന്ത് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്താലും മൈൻഡ് ചെയ്യുകയില്ല. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ ഉയർന്ന ജനാധിപത്യ ബോധമുള്ളവരാണ് പലസ്തീൻ ജനത എന്ന മിസ്റ്റർ PJ വിൻസെൻറ്റിൻ്റെ പ്രസ്താവന 100% നുണയാണ്. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഡാറ്റകളെല്ലാം ആ പ്രസ്താവനയ്ക്കെതിരാണ്. ജനാധിപത്യത്തിൻ്റെ കണിക പോലും പലസ്തീനികൾക്കിടയിലില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്നെ കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളെ ചതിക്കുന്നത് വാസ്തവം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകളാണ്. നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങളെ പറ്റിക്കുന്നുണ്ട്. എന്നാൽ ഉസ്താദുമാർ മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട്, അമുസ്ലിങ്ങളായിരിക്കുന്നവർ. നിങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി നിങ്ങളെ സുഖിപ്പിച്ച് നിർത്തുന്നത് കൊണ്ട് അവർക്ക് പല വിധത്തിലുള്ള സ്വാർത്ഥ ലാഭങ്ങൾ, അവരുടെ കരിയറിലുള്ള വളർച്ചയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലോ ആകട്ടെ. തമിഴ്നാട്ടിലുണ്ട് ഇങ്ങനെ ഒരു സീമാൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, സിനിമാ സംവിധായകൻ. പുള്ളി ഇത് തന്നെയാണ്. എന്തൊക്കെ നുണയാണെന്നറിയാം പുള്ളി തമിഴിൽ അടിച്ചു വിടുന്നത് വീഡിയോസ്. ഒരു കാര്യമില്ലാതെ, ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ല പുള്ളിക്ക്, ഈ സംഭവത്തെക്കുറിച്ച്. ഇതിനെക്കുറിച്ച് പുള്ളി പഠിച്ചിട്ടേ ഇല്ല. അത് വീഡിയോ കേൾക്കുമ്പോൾ അറിയാം. കാരണം അവിടെ ഉള്ളത് താലിബാനികളാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഈ പലസ്തീനിലുള്ള PLO എന്നോ ഹമാസോ എന്നോ അറിയില്ല, പുള്ളി താലിബാനികളെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ പുള്ളിയുടെ വിവരം എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷേ ഭയങ്കരമായിട്ട് ഇസ്രായേലിനെതിരായിട്ട് പുള്ളി അങ്ങ് വീഡിയോ ഒക്കെ ഇറക്കുകയാണ്, അല്ലെങ്കിൽ ഈ പ്രസംഗമൊക്കെ നടത്തുകയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് സപ്പോർട്ട് കിട്ടണം, അവരുടെ സിനിമകൾക്ക് വ്യൂവേഴ്സ് ഉണ്ടാകണം. അപ്പോൾ മുസ്ലിങ്ങളെ സൂചിപ്പിച്ച് നിർത്തുക. അല്ലെങ്കിൽ ഓരോരുത്തർക്കും അതേപോലെ തന്നെ അവരുടെ സ്വാർത്ഥ ലാഭമാണ്. അപ്പോൾ നിങ്ങളെ മുതലെടുപ്പ് നടത്തുകയാണ് മുസ്ലിം സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ആളുകൾ. എനിക്കറിയാം നിങ്ങളിലും ചിന്താശേഷിയുള്ള ആൾക്കാർ ധാരാളം പേരുണ്ട്. കൃത്യമായ വസ്തുതകൾ നിങ്ങളുടെ മുമ്പാകെ വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും സത്യം അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്ന കുറേ പേരെ എനിക്കറിയാം, വിശ്വാസികളായി തീർന്ന് ക്രിസ്ത്യാനികളായി മാറിയ, യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന ധാരാളം മുസ്ലിങ്ങളെ എനിക്കറിയാം. അതുപോലെ ഇസ്ലാം വിശ്വാസം ഉപേക്ഷിച്ച് നിരീശ്വരവാദികളായി പോയ കുറേ പേരെയും എനിക്കറിയാം. ഇതെല്ലാം ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ ഉസ്താദുമാർ പറഞ്ഞായിരുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ കിതാബിലുള്ളത് വൃത്തിയായിട്ടതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടാണ് വിട്ടുപോയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെ ചതിക്കുകയാണ്. അവരെ കെണിയിച്ചത് നിങ്ങൾ വീടരുത്. PJ വിൻസെൻറ്റിനെ പോലെയുള്ള, സജി മർക്കോസിനെ പോലെയുള്ള ടീമുകൾ, സുനിത ദേവദാസിനെ പോലെയൊക്കെയുള്ള ടീമുകൾ, അവർക്ക് അവരുടെ സ്വാർത്ഥത മാത്രമാണ് മുഖ്യം. ആ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങളെ കരുവാക്കുകയാണെന്നുള്ള ബോധം ഇനിയെങ്കിലും മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾക്കുണ്ടാകണം. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡാറ്റ വെച്ചിട്ടുള്ളതാണ്. ഇനിയും ഉണ്ട് ഇഷ്ടം പോലെ. ആ ഡാനിയൽ പൈപ്സിൻ്റെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ 3-ാം അധ്യായം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, അതിൽ കാണാം. അത് ഗൂഗിളിൽ നിന്ന് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങേണ്ട വരും, അല്ലെങ്കിൽ ഗൂഗിൾ ബുക്സിനകത്ത് ഈ 3-ാം അധ്യായം മൊത്തം നമുക്ക് കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടും. ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും.
അവിടെയുള്ള ജനങ്ങൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇസ്രായേലിനെ പേടിയില്ല, അമേരിക്കേനെയും പേടിയില്ല, ഞങ്ങൾക്ക് പേടിയുള്ളത് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെയാണെന്ന് പലസ്തീനികൾ തന്നെ പറയുന്നുണ്ട്. ഞങ്ങളുടെ അറബ് സഹോദരങ്ങളെ ഞങ്ങൾക്ക് പേടിയാണെന്ന് PLOയുടെ ആളുകൾ തന്നെ പറയുന്നുണ്ട്. ഈ കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഞങ്ങളെ ഏറ്റവും മോശമായിട്ട്, മൃഗങ്ങളെക്കാളും മോശമായിട്ടാണ് പലസ്തീനികളെ കണക്കാക്കുന്നത്, ആ വിധത്തിലാണ് പരിഗണിക്കുന്നതെന്നൊക്കെ. അത്രയും ഇത് അവർക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്, അറിയാത്തതൊന്നും അല്ല. പക്ഷേ ഇതൊന്നും നിങ്ങളോട് പറയാൻ ആൾക്കാരില്ല, അതാണ് പ്രശ്നം. ഇംഗ്ലീഷിലൊക്കെ ഇത് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, പിന്നെ ഇവരെ പോലെയുള്ള അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അക്കാദമിക് താല്പര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതൊന്നും നിങ്ങൾ അറിയാതിരിക്കുകയാണ്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ ഇതുവരെ പറഞ്ഞ് പഠിപ്പിച്ചതൊന്നുമല്ല സത്യം. ഇസ്രായേലിൻ്റെ ചരിത്രം അതുപോലെ തന്നെയാണ്. നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചതൊന്നുമല്ല സത്യം. ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ന്യായം എന്തൊക്കെയാണ് നമുക്കിനി ദൈവം അനുവദിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ കാണാം. എന്നാൽ ഇനി അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവിടെ മറ്റ് വിമോചന കൂട്ടങ്ങളുമായിട്ട്, വിമോചന പോരാളികളുമായിട്ട് ഈ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യവും, അതുപോലെ 10% ക്രിസ്ത്യാനികളുണ്ട്, അവരവിടെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.